ഇസ്ലാം സ്വീകരിച്ചിട്ട് എത്ര നാളായി കാണും ഏകദേശം? ഞാൻ 2016 ഇസ്ലാം സ്വീകരിച്ചത്. 2016 ഇപ്പൊ ഏകദേശം ഒരു 8 വർഷം കഴിഞ്ഞു. ഓക്കെ. എന്താണ് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിന് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്? അനുഭവം കൊണ്ട് ചോദിക്കാൻ. ഇസ്ലാം എന്ന് വെച്ചാൽ ഞാൻ റോമൻ കത്തോലിക്കലാണ് ജനിച്ചെങ്കിലും ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ഓടി നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഹിന്ദുവായിട്ട് ജീവിച്ചിട്ടുണ്ട്. എനിക്ക് ബ്രാഹ്മൺ ഫ്രണ്ട്സ് ആയിരുന്നു ചെന്നൈയില്. അപ്പൊ ഞാൻ ഇന്ത്യയിൽ പോകാത്ത അമ്പലങ്ങളില്ല. അതിനുശേഷം പിന്നെ ഈ അമ്പലങ്ങളിലെ പടത്തൊലിയും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും അവര് നമ്മളെ നോക്കുന്നില്ല. നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാലും വേറെ ഒരു സ്ഥലത്തോട്ടാ കണ്ണ് അല്ലേ. അപ്പൊ അതുമല്ല. പിന്നെ ഞാൻ യേശുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചു. ജ്ഞാനസ്നാനമൊക്കെ മുങ്ങി. ക്രിസ്ത്യാനിയായിരുന്നു. അതിലിങ്ങനെ പറയുന്നത് നിങ്ങൾ ചെറുപ്പത്തിലേ അല്ലേ മാമോദിസ മുങ്ങുന്നത്. നിങ്ങൾ ചെറുപ്പത്തിലേ അല്ലേ മാമോദിസ മുങ്ങുന്നത്. അപ്പൊ നിങ്ങൾ അറിയുന്നില്ലോ നിങ്ങൾ ക്രിസ്ത്യനായിട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മൾ വലുതായി പക്വതയായി കഴിയുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ നാവ് കൊണ്ട് പറയണം ഞാൻ യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയാൻ നമ്മള് മുങ്ങണം. അങ്ങനെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിള്ളേരെ ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്കിയതായപ്പോഴത്തേക്ക് എനിക്കെന്തോ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ പിന്നെ ബൈബിളൊക്കെ വായിച്ചപ്പോഴത്തേക്കും ഒരുപാട് അപ്പം ജെറമ്യയുടെ 33:3 പറയുന്നുണ്ട്, നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായത് മഹത്വം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നെ വെളിപ്പെടുത്തി തരും, നിഗൂഢമായ കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ ഞാൻ ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം സത്യം എന്നൊന്ന് അറിയിക്കാവോ, ആരാ യഥാർത്ഥ ദൈവം? അങ്ങനെ ബൈബിൾ തന്നെ വായിക്കാൻ തുടങ്ങി. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. കാരണം ഇന്ന് എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഖുർആൻ വായിക്കണം, സമയം കിട്ടുന്നില്ല. ഈ സമയം കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം എനിക്ക് സമയം തന്നുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റി. ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും അല്ല ദൈവം, ഇതൊന്നും അല്ല ദൈവം. അപ്പൊ ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് പിന്നെയും കണ്ടുപിടിക്കുക എന്നുള്ള ഒരാഗ്രഹം തന്നപ്പോഴാണ് ഈ മുസ്ലിമിന് റമദാൻ നോയമ്പ് പോകുന്നത്. അപ്പൊ ഞാൻ ഞാനും ഒന്നും എടുക്കാം, ഒരു 3 ദിവസത്തേക്ക് വെറുതെ തമാശയായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതാ. അപ്പൊ എനിക്ക് ഒരുപാട് ബുക്സ് കഴിച്ചു കിട്ടി. അപ്പൊ ഞാനൊന്ന് പഠിച്ചേക്കാന്ന് വിചാരിക്കാൻ കാരണം അന്ന് ഞാൻ മുനീറുമായിട്ട് സ്നേഹത്തിലായിരുന്നു, വീഡിയോയില് സ്കൈപ്പിലായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ ഈ ബാത്റൂമിൽ പോകുന്നത് ചോദിച്ചപ്പോ എന്തെങ്കിലും ഈ ബാത്റൂമിൽ പോണേ, അപ്പൊ പറഞ്ഞു ഞാൻ ബുള്ളു എടുക്കാൻ പോകുന്ന. അതെന്താ ബുള്ളു? അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കയ്യും കാലും മുഖമൊക്കെ കഴുകണം, എന്നിട്ട് ഇങ്ങനെ മാറ്റ് കിട്ട്. ഓഹോ അപ്പടിയാ, கொஞ்சம் പെണ്ണുങ്ങളെ പാക്കട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു പുള്ളി ഇതെല്ലാം. അപ്പൊ എന്നെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോ പുള്ളി എന്നെ കൈ കഴുകാനൊക്കെ എല്ലാം കാണിച്ചു തന്നു. ഇതെല്ലാം ഞാന് അപ്പൊ ഇതെല്ലാം ഞാൻ പുള്ളി ചെയ്യുന്നതെല്ലാം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ മാറ്റ് വിരിച്ചിട്ട് ആ മാറ്റിൽ കയറി നിന്നപ്പോ ഞാൻ വിചാരിച്ചേ, ഇവര് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എത്ര ഭക്തിയാ കൊടുക്കുന്നത്, എത്ര റെസ്പെക്റ്റാ കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ ഓടി വന്നിരുന്ന എവിടെയെങ്കിലും ഇരുന്നുണ്ട് പെട്ടെന്ന് ഓട്ടിച്ചുള്ള പ്രാർത്ഥനയാണ്. അവിടെ ഒരു കാല് കഴുകലോ അമർത്താനൊന്നുമില്ല. അപ്പൊ ഇത് പുള്ളിക്കാരൻ 5 നേരം നിസ്കരിക്കുന്നു. അപ്പൊ ദൈവത്തിനെ എപ്പോഴും നമ്മൾ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താന്ന് പഠിക്കണം എന്ന്. അപ്പം ആത്മാർത്ഥതയോടെ ഞാൻ പഠിച്ചു. അപ്പൊ ഖുറാൻ 1 വായിച്ചു, 2 വായിച്ചു, 3 വായിച്ചു, 4 വായിച്ചു, 5 വായിച്ചു, ഇരുത്തി കൺഫേം ആക്കി. അപ്പൊ ആണ് എനിക്ക് മനസ്സിലായത് അല്ലാഹു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പഠിപ്പിച്ച ഭഗവത്ഗീത യജുർവേദയിലും ഉപനിഷത്തിലും വേദങ്ങളിലും ബൈബിളിൽ വരെ പഠിപ്പിക്കുന്ന ആ ഒരു ദൈവം. ഇപ്പൊ 101.5 ലക്ഷത്തോളം പ്രവാചകന്മാർ നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പഠിപ്പിക്കുന്നത് ഈ ഒരേ ദൈവത്തെ കുറിച്ചാണ്. ആ ഒരു ദൈവത്തെയാണ് അറബി പദത്തില് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത്. ഞാൻ വിചാരിച്ച അള്ളാഹു വേറെ ഏതോ ദൈവമായിരിക്കും, ശിവൻ വേറെ ഏതോ ശിവൻ ഡാൻസ് കളിക്കുന്ന ദൈവമായിരിക്കും. പക്ഷെ ഈ ശിവൻ തന്നെയാണ് അള്ളാഹു. ഈ നമ്മുടെ പിതാവ് എന്ന് പറയുന്ന നമ്മുടെ ദൈവം ഒന്നേ ഉള്ളൂ, എല്ലാം സൃഷ്ടിച്ച, ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച ആ ദൈവം. അതായത് നമ്മുടെ കണ്ണുകൾ സൃഷ്ടിച്ച ദൈവം. പക്ഷെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് ഈ സൃഷ്ടിച്ച കണ്ണുകളെ കാണാൻ പറ്റത്തില്ല. അതാണ് ബ്രഹ്മം. അപ്പൊ നമ്മൾ ദൈവത്തെ പല നാമങ്ങളിൽ വിളിക്കുന്നു. ബ്രഹ്മം, ശിവ, ദൈവമേ, കർത്താവേ, പിതാവേ, ഏലോഹി, അലോഹിം, അല്ലെ, അങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നുള്ളൂ അല്ലാതെ. പക്ഷെ യഥാർത്ഥ ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള ഒറ്റ ദൈവമാണ്. അതാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പഠിപ്പിച്ചത്. നമ്മുടെ ഇന്ത്യ ആദ്യം ഹിന്ദുസ് ആയിരുന്നില്ല, അപ്പോഴും നമ്മൾ ഒറ്റ ദൈവത്തെയാണ് പ്രാർത്ഥിച്ചിട്ടിരുന്നത്. പക്ഷെ അതിനുശേഷം കുറെ ആൾക്കാർ ഇവിടെ കുടിയേറി, നമ്മുടെ പല കടലിൽ നിന്ന് പല ആൾക്കാർ കുടിയേറി. പിന്നെ അവരിങ്ങനെ പല രീതിയിൽ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ സൂര്യനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി, പശുവിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി.
പക്ഷെ നമ്മുടെ ഇന്ത്യ അത്രക്കും നല്ല സംസ്കാരമായിരുന്നു നമ്മുടെ ഇന്ത്യൻസ് എന്ന്. അവര് എല്ലാരെയും അനുവദിച്ചു, എല്ലാരെയും സ്വീകരിച്ചു. അവരവരുടെ എന്ത് പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കട്ടെ, അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഏകദൈവത്തെ പ്രാർത്ഥിക്കണമെന്നും അന്ന് നമ്മുടെ ഏകദൈവമായിരുന്നു പണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അവർ നിർബന്ധിച്ചില്ല, അവരവരുടെ ഇഷ്ടം. അത്രയ്ക്കും നല്ലൊരു പുണ്യ സ്ഥലമായിരുന്നു നമ്മുടെ ഇന്ത്യ. അപ്പം ഞാൻ പഠിച്ച് ഞാൻ എന്റെ തറവാട്ടിലാണ് എത്തിയത്. കടസിയില് ഫൈനലി തറവാട്ടിലോട്ട് തിരിച്ചെത്തി. ഏകദൈവം ഇത് തന്നെയാണ് മുഹമ്മദ് നബി പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയിൽ ഉണ്ട് ഏകദൈവത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. പക്ഷെ ആ കുട്ടി പഠിച്ചാണ് അവരെ മതത്തിൽപ്പെട്ട അറിവുകൾ പഠിച്ചാണ് വിഭിന്നമായി പോകുന്നത് അല്ലേ? അതെ അതെ. ആരും ഇസ്ലാമായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ഹിന്ദു ആയിട്ടോ ജനിക്കുന്നില്ല. ഇസ്ലാമിലേക്ക് റിവേർട്ട് പറയുന്നത്. അതെ അതെ, തിരിച്ചു വരികയാണ്. അതെ, തിരിച്ചു വരികയാണ്. അതുകൊണ്ട് ഞാൻ ശരിക്കുമുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നും എനിക്ക് വളരെ ഫേമാണ് ഞാൻ. എന്നെ ആർക്കും അതിൽ ഒന്നും പിന്തിരിപ്പിക്കാൻ. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിലാണ് ജനിച്ചതെങ്കിലും ക്രിസ്ത്യൻ മതത്തിലൊക്കെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇസ്ലാമിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇസ്ലാം എന്ന് വെച്ചാൽ ഇത്രയും നല്ല മഹത്വമായിട്ട് ഇസ്ലാം നമ്മുടെ മുഹമ്മദ് നബി കൊണ്ടുവന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്ത ഒരു മതമല്ല ഇസ്ലാം. ഇസ്ലാം അബ്രഹാമത്തിന്റെ നാൾ വരുന്നതിലേ ഉണ്ട് ഇസ്ലാമാണ്. അപ്പൊ എന്താണ് ഇസ്ലാം? ദൈവത്തിന് കീഴ്വഴങ്ങുന്നവരാണ്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തത്തെ നമ്മൾ സർവ്വതും ദൈവത്തിന് സമർപ്പിക്കുന്നവനാരോ അതാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പൂർവ്വപിതാവായ എബ്രഹാം ക്രിസ്ത്യാനിയായിരുന്നില്ല, യഹൂദനായിരുന്നില്ല. അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു. അദ്ദേഹം ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്നില്ല. അപ്പൊ ഏകദൈവമായിരുന്നു അദ്ദേഹത്തിന്. മനസ്സിലായി? അപ്പൊ അന്ന് മുതലേ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബൈബിളും പഠിച്ചൊരു വ്യക്തിയാണ്. അതെ അതെ. അപ്പൊ ഈ ക്രൈസ്തവ വിശ്വാസ പ്രകാരം ദൈവം എന്ന് പറയുന്നത് യേശു ആണ്. ഓക്കെ. അപ്പോ ബൈബിൾ അങ്ങ് കണ്ടിട്ടില്ല ഒറ്റ വരി പോലും യേശു പറയുന്നതായിട്ട്, അതായത് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ദൈവം യേശു ഒരു വാക്ക് പോലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ആ രീതിയിലേക്ക് യേശുവിനെ ദൈവമാക്കി കൊണ്ടുപോകുന്നത്? സത്യത്തില് യേശു ക്രിസ്ത്യാനിറ്റി മതം സ്ഥാപിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. യേശു നന്മകൾ മാത്രമാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. യേശു ക്ഷമയാണ് കൂടുതലും പഠിപ്പിച്ചു തന്നേക്കുന്നത് നമുക്ക്. യേശു ഒരു പ്രവാചകനായിട്ടാണ്. അദ്ദേഹം പിന്നെ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ്, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ യേശു പഠിപ്പിച്ചിട്ട് പോണു. ഓക്കെ. അപ്പം യേശുവിന്റെ ശിഷ്യന്മാര് വളരെ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, അറിയാമല്ലോ, മുക്കുമാരും അങ്ങനെയൊക്കെയായിരുന്നു യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ. അപ്പോൾ യേശു മരിക്കുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കുക, ഞാൻ പോയതിനു ശേഷം പലരും ചെന്നായി ആട്ടിൻ തോല് അണിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ അതിൽ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ പറയുന്നുണ്ട്, അത് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു സമയത്ത് പൗലോസ് എന്ന അദ്ദേഹം ഒരു സോൾജർ ആയിരുന്നു, സൈന്യാധിപനായിരുന്നു, വാസ് വെൽ എഡ്യൂക്കേറ്റഡ്. അപ്പൊ അദ്ദേഹം ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ ഇത്രത്തോളം ആൾക്കാർ യേശുവിന്റെ പിന്നാലെയോ. യേശു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശിഷ്യന്മാരെ എല്ലാവരെയും പല സ്ഥലങ്ങളിലോട്ട് സുവിശേഷം പ്രചരിപ്പിക്കാനായിട്ട് അയച്ചു. എന്നിട്ട് പൗലോസ് അങ്ങ് ഏറ്റെടുത്തു. മനസ്സിലായോ? ഏറ്റെടുത്തിട്ട് ക്രിസ്ത്യൻ സഭ സ്ഥാപിച്ചത് പൗലോസ് സ്ലേഹായാണ്. അദ്ദേഹം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അല്ലല്ല, യേശു ഒരു ക്രിസ്ത്യൻ സഭ അവിടെ സ്ഥാപിച്ചിട്ടേ ഇല്ല. നല്ലതും തിന്മകളെ കുറിച്ച് എല്ലാം എല്ലാവരെയും സഹായിക്കാനൊക്കെയാണ് യേശു പഠിപ്പിച്ചേക്കുന്നത്. നല്ല നല്ല വചനങ്ങൾ, അതാണ് പുതിയ നിയമത്തിലെ വചനങ്ങളെല്ലാം. പക്ഷേ ഈ പുതിയ നിയമത്തിൽ മാത്യു, യോഹന്നാൻ, ലൂക്ക ഇതൊന്നും യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നില്ല. അത് പിന്നെ പൗലോസ്ലീഹയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടും ശിഷ്യന്മാരോട് ചോദിച്ചറിഞ്ഞൊക്കെ എഴുതിയ. പക്ഷെ ഈ എഴുതിയതിന്റെ കൂട്ടത്തില് കുറച്ചൊക്കെ പൗലോസിന്റെ കുറച്ചൊക്കെ ചേർത്ത് വിട്ടു. അതെന്താന്നറിയാം? ഒരു പ്രവാചകൻ ആദ്യം വരുമ്പോൾ ചെയ്യുന്ന ഒരു അത്ഭുതമാണോ വെള്ളം വീഞ്ഞാക്കുക ചെയ്യുന്ന പരിപാടി? ഏതെങ്കിലും പ്രവാചകൻ ചെയ്യൂ? നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യണം. ഒരു ദൈവത്തിന്റെ പ്രവാചകനാ വന്നിട്ട് വെള്ളം വീഞ്ഞാക്കിയത്. ഇന്നും കുടിയന്മാര് പറയുന്നതാ, പിന്നെ യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോ ഞങ്ങൾക്ക് എന്താ കുടിച്ചുകൂടെ? അത് പറഞ്ഞാണ്, ആ ഒരു ഇത് പറഞ്ഞാണ് കുടിക്കുന്നത്. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, പൗലോസ്ലീഹ ഒരു സോൾജറായിരുന്നു, സൈന്യാധിപനായിരുന്നു. അദ്ദേഹം ഡെയിലി ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളാ. അപ്പൊ അദ്ദേഹത്തിന് ഡ്രിങ്ക്സ് കഴിക്കണം. അദ്ദേഹം ബൈബിളിൽ കൂടെ നിയമം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ യേശു ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല, ഖാനായിലെ വെള്ളം വീഞ്ഞാക്കിയിട്ടില്ല, ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ബൈബിളിൽ വെച്ചിരിക്കുന്നതാണ്. ആ പ്രവാചകനാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ ബൈബിളിലുണ്ട്
പിന്നെ മദ്യം പാടില്ല, മദ്യം നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, അവന്റെ അവസ്ഥ നോർമൽ അത് പോകും എന്നൊക്കെ ബൈബിൾ പന്നിമാംസം പോലും, അതായത് മുസ്ലിങ്ങൾ ഉപയോഗിക്കാത്ത പന്നിമാംസം പോലും നിഷിദ്ധമാണ്. ബൈബിൾ പറഞ്ഞു. മദ്യം നിഷിദ്ധമാണ്. മദ്യം നിഷിദ്ധം. ഈ മദ്യം നിഷിദ്ധമാണ് പഴയ നിയമത്തിൽ വരെയുണ്ട് മദ്യം നിഷിദ്ധമാണെന്ന്. ആ നിഷിദ്ധമാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ പ്രവാചകൻ വരുമ്പോ മദ്യത്തിന്റെ വെള്ളത്തിന്റെ മത്ത് പിടിപ്പിക്കും. വീഞ്ഞ് കുടിച്ചാലും മത്ത് പിടിക്കുകയും. അപ്പൊ അതൊരിക്കലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് വെറുതെ ഫാബ്രിക്കേറ്റ് ചേർത്താണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ബൈബിള് പുതിയ നിയമം ഈ പഴയ നിയമം കുറെയൊക്കെ ഈ ഖുർആനായിട്ട് ബന്ധമുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴാണ് അതിനെ തള്ളിക്കളയാൻ ദൈവം കൽപ്പിച്ചത്. ഓക്കെ, അതിൽ തന്നെ അതുകൊണ്ടായിരിക്കും ചില മിസ്റ്റേക്സുകൾ വന്നത്. അതായത് ഈ പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് പറയുന്നുണ്ട്, ഈ സസ്യങ്ങളും മൃഗങ്ങളും ഉണ്ടായതിനു ശേഷമാണ് സൂര്യൻ ഉണ്ടായത്. യഥാർത്ഥത്തിൽ സൂര്യൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും എന്നതാണ് സയൻസ്. അത് മിസ്റ്റേക്കുകൾ വന്നത് ഇത് ആളുകൾ എഴുതിയോണ്ട. കാരണം അവര് ആദ്യത്തെ തൗറത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്ലാമിൽ. അപ്പം പഴയ നിയമം നമ്മള് മുസ്ലിംസിനും എല്ലാവരും അംഗീകരിക്കണം, പുതിയ നിയമം അംഗീകരിക്കണം. യേശുവിനെ അംഗീകരിക്കണം. യേശുവിനെ അംഗീകരിക്കാത്ത ഒരുവനും മുസ്ലിം അല്ല. പക്ഷെ എന്തു വെച്ചാ ഇത് മാറ്റിയപ്പോൾ പുതിയ നിയമത്തിലേക്ക് ബൈബിളിൽ ഒത്തിരി കൈകടത്തുകൾ വന്നപ്പോ പറഞ്ഞു. ഇതില് കള്ളങ്ങളെല്ലാം പുറത്തു വന്നു. അതായത് സയന്റിഫിക് പരമായിട്ട് തെളിഞ്ഞു. കാരണം കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം സൂര്യന്റെ പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്ന സൂര്യനിൽ കൂടി നമുക്ക് അതിലായിട്ട് പറ്റത്തില്ല. വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ അതിന്റെ കുറെ ഭൗതികങ്ങൾ നമുക്കുണ്ടാവും, എല്ലാം ഉണ്ടാവുള്ളൂ. ഒരു ചെടി മുളച്ചു വരണമെങ്കിൽ സൂര്യന്റെ പ്രകാശമാണ്. പക്ഷെ ബൈബിളില് സൂര്യന് ആദ്യ സസ്യങ്ങളെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ തെറ്റുപറ്റിപ്പോയി. അതാണ് ദൈവത്തിന് തെറ്റുപറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ദൈവം അവിടെയും ഈ കൈകടത്തുണ്ടാക്കി എന്നുള്ള പ്രൂഫാണ് ദൈവം അവിടെ സൃഷ്ടിച്ചത്. കൈകടത്ത് നടന്നു എന്നുള്ള പ്രൂഫാണ് ഇത് തന്നെ. അപ്പൊ പിന്നെ നമ്മൾ പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ, കോൺട്രാഡിക്ഷൻസ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അതൊക്കെ പഠിച്ചിട്ടാണോ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഖുറാൻ പഠിച്ചത്. നന്നായിട്ട് അരച്ച് കലക്കി ശരിക്കും നന്നായിട്ട്. എനിക്കിപ്പോ എനിക്ക് മിറാക്കിൾ ആയിട്ട് തോന്നിയത് ആയത്തുൽ കുർസിയാണ്. അതൊന്ന് ഞാൻ പറയട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുലുഹു സിനത്തു വലാ നൗലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി അശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും വലാ യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിയ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഇദ്ദുഹു വലാ ഖുവല ഇല്ലാ ബില്ലാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്തുൽ കുർസിയാണ് എന്നെ സ്പർശിച്ച ഏറ്റവും വലിയ. അതായത് ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. ദൈവത്തിന് വിശക്കത്തില്ല, ദൈവത്തിന് ഉറക്കമില്ല. ദൈവം വിചാരിക്കുന്നവർക്ക്, ദൈവം ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അറിവ് കൊടുക്കുന്നു. ഈ ഭൂമിയും എല്ലാം ദൈവമാണ് അതിന്റെ ഉടമസ്ഥൻ. അപ്പൊ നമ്മൾക്ക് 4 സെന്റ് സ്ഥലമാണെങ്കിൽ ഇതെന്റെ സ്ഥലം പതിച്ചു കിട്ടിയെന്നൊക്കെ ശരിക്കും ഇത് ദൈവത്തിൻ്റെതാണ്. അപ്പൊ ദൈവത്തിന്റെ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ ആരെ പേടിക്കാനാ? ദൈവം നമ്മുടെ കൂടെ ആരെങ്കിലും പേടിക്കണം? ഇതെന്നെ വല്ലാതെ സ്പർശിച്ചു ആയത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ പല 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 ആയത്തുകളെ കുറിച്ച് എനിക്കങ്ങൊരു ഞാൻ ജിലേബി തിന്നുന്നതിനേക്കാളും സ്വീറ്റ് ആണ് എനിക്ക് ഖുറാന് ദൈവവചനം. ഖുറാൻ എന്ന് മാത്രമല്ല, ഈവൻ ഭവിഷ്യത്ത് ഉപനിഷത്തില് കണ്ണുകൾ സൃഷ്ടിച്ചവനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആ കണ്ണിനെ കാണാൻ ശ്രദ്ധിക്കത്തില്ല. അതാണ് ബ്രഹ്മം. ആ ഉപനിഷത്തിൽ എത്ര പച്ചയായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ മേശ നമ്മൾ കാണും അല്ലേ? പക്ഷെ ഇതാരാ ഉണ്ടാക്കിയതെന്ന് ഇതിന്റെ പുറകെ ഒരു ആശാരി ഉണ്ടാവും അല്ലേ? അറിയാമല്ലോ, ഉണ്ട്. ഈ ഫോണിന് ഒരു മാനുഫാക്ചർ ഉണ്ടാവും, കസാരക്കുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു സംവിധായകനുണ്ട്. സൂര്യന് സംവിധായകനുണ്ട്. അതാരാ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. ആ കണ്ണുകൾ കാണാൻ പറ്റാത്ത കൂടിയാണ് ഇപ്പൊ പറഞ്ഞത്. ഒരു ക്രിയേറ്റഡ് വസ്തുവിന്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ടാവും. പക്ഷെ അവരത് വിശ്വസിക്കുന്നില്ല. അവര് ഇതെല്ലാം തനിയെ ഉണ്ടായെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോൺ തനിയെ ഉണ്ടാകുന്ന വിശ്വസിക്കുന്നത് അങ്ങനല്ല. എല്ലാത്തിനും പുറകില് ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആരും, ഒരു പ്രവാചകന്മാർ പോലും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയും. സ്വരം ഒരു പക്ഷെ സ്വരമായിട്ടും കേൾക്കാം, ഒരു ഇൻഡ്യൂഷൻ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് സംസാരം കേൾക്കാം. അപ്പൊ അതുകൊണ്ട് ദൈവം ഒന്നുള്ളതെന്നുള്ള കാര്യം സത്യമാണ്.
ഞാൻ ദൈവത്തിന്റെ പ്രസൻസ് ഈ നിമിഷം വരെ ആസ്വദിച്ചു കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ലൈഫിൽ? ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അത്ഭുതങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ എന്റെ ജീവിതത്തിൽ. കാരണം നമ്മളെ ആദ്യം പരീക്ഷിക്കുന്നുള്ള, ഞാൻ ഇസ്ലാം ആവുന്നതിന് മുമ്പ് വരെ ഞാൻ ഖുറാൻ വായിച്ചു. ഇസ്ലാം ആവുന്നതിന് മുമ്പ് തന്നെ ഖുറാൻ വായിച്ചപ്പോൾ അതിനകത്ത് 3:61 തോന്നുന്നു, നിനക്ക് ധനനഷ്ടം, വിഭവ നഷ്ടം, ജീവനഷ്ടം ഇതെല്ലാം ഉണ്ടാവും, നിന്നെ ഞാൻ പരീക്ഷിക്കും, പക്ഷെ ഈ സന്ദർഭങ്ങളിൽ ക്ഷമയോടെ നിന്നാൽ നിനക്ക് സന്തോഷമുണ്ടെന്ന്. അപ്പൊ ഞാൻ അതിന് റെഡിയായിരുന്നു. അപ്പൊ പരീക്ഷിക്കല്ലേ. പക്ഷെ ഇസ്ലാം ആയതിനു ശേഷം 1.5 വർഷം എന്നെ ഇങ്ങനെ ചട്ടിയിലിട്ട് ഇങ്ങോട്ട് വറുത്ത് ഈ സ്വർണത്തെ ഇട്ട് അടിക്കുകയല്ലേ, തീയിലിട്ട്. എങ്ങനെ സ്വർണം അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, റിഫൈൻഡ് ആയിട്ട് വരുമല്ലോ, നല്ല രൂപമായി വരും, എക്സ്പെൻസീവ് ആവും അല്ലെ. അതേ ഒരു സ്വർണ്ണക്കെട്ടയാണ്. അതിനെ തീയിലിട്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നല്ല രൂപം തട്ടാൻ, നല്ല ഓർണമെന്റ്സ് ആക്കി എടുക്കുന്ന പോലെ നല്ല അടി കിട്ടി. അടിയോടടി എന്ന് വെച്ചാൽ അടിയോടടി. അത്രത്തോളം അനുഭവിച്ചപ്പോഴും ഞാൻ അപ്പഴും പറഞ്ഞു, അല്ലാഹുവേ കൂടിപ്പോയോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. പക്ഷെ അതെല്ലാം കുറച്ച് ഗർഭിണി പ്രസവിക്കുന്ന പോലെ അത്ര സമയമുള്ളൂ. ഗർഭിണി പ്രസവിക്കുമ്പോ ആ കുഞ്ഞിനെ കാണുമ്പോ ഒരു പക്ഷെ അവളുടെ ആ പ്രൈവറ്റ് ഭാഗം അത് പൊട്ടിക്കീറിയാണ് കൊച്ചു വെളിയിൽ വരുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി 1ാമത്തെ സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം, 2ാമത്തെ സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം, 3ാമത്തെ സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അത്രത്തോളം വേദന സഹിച്ച് നമ്മള് ആ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മളുടെ ആ പ്രൈവറ്റ് ഭാഗമൊക്കെ പൊട്ടി കീറി തുന്നലിട്ടു, അതൊക്കെ നമ്മൾ മറക്കുകയാണ്. അതുപോലെയാണ് നമുക്കുണ്ടാകുന്ന ഓരോ വിഷമങ്ങളും. നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണെന്നാണ്. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ഉണ്ടായത്, എനിക്കിതെല്ലാം നഷ്ടമായിരുന്നു. ഞാൻ മുനീറിനെ കല്യാണം കഴിച്ചുകൊണ്ട് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇസ്ലാം ആയത്. മുനീർ പറയുന്നുണ്ട് ഇസ്ലാം ആവേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് കല്യാണം കഴിക്കണം, ഇസ്ലാം ആവണ്ട, നീ ഹിജാബ് ഒന്നും ഇടണ്ട. പക്ഷെ അദ്ദേഹം ഒരു മോഡേൺ ഇസ്ലാമാ, അദ്ദേഹം മലേഷ്യനാണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മൾ കല്യാണം കഴിച്ച് നമ്മളെ മനസ്സും ഒന്ന് ചേർന്നാ മതി, നമ്മൾ പാപം ചെയ്യാതെ ദൈവത്തിന്റെ കൽപ്പനകൾ, നീ ക്രിസ്ത്യൻ കൽപ്പനകൾ നീ നോക്കിയാൽ മതി, ഞാൻ അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. എനിക്ക് ഇസ്ലാം ആവണം, ഞാൻ തനിയാണ് ആയത്. പിന്നെ ഹിജാബ് ഇട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറയും ഹിജാബ് ഇടണ്ട, നീ ജീൻസ് ഇട്, ടോപ്പ് ഇട്, എന്നിട്ട് വേണമെങ്കിൽ ഒരു ഷാൾ ഇട്ടോ നിനക്ക് വേണമെങ്കിൽ. ഇതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമില് ഒരധ്യായമുണ്ട് 7:31. ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കാനാണ് ഇസ്ലാമിൽ പറയുന്നത്. പിന്നെ എങ്ങനെ ഈ കറുത്ത വസ്ത്രം, ഈ മക്കനെയൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നത് ഇസ്ലാമില് അതായത് വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ശരിക്കുമുള്ള അറബി ഖുറാനിൽ പറഞ്ഞേക്കുന്നത് തലയിലെ തട്ടമെടുത്ത് അന്ന് മുഹമ്മദ് നബി പറഞ്ഞു. അന്ന് സൗദി ആണല്ലോ, സൗദി ഭയങ്കര ചൂടായപ്പോ എല്ലാവരും തലയിൽ തട്ടിടുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ അര പോലത്തെ ഇത് കൊടുക്കൂലായിരുന്നു, മറക്കത്തില്ലായിരുന്നു സൗദി. സൗദിയിൽ അങ്ങനെയായിരുന്നു അന്നത്തെ വേഷം. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾ തലയിലെ തട്ടമെടുത്ത് മറയ്ക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് വ്യാഖ്യാനിച്ച് മലയാളത്തിൽ വന്നപ്പോഴത്തേക്കും തലയിലെ തട്ടം നേരെ വരെ നീളട്ടെ എന്നാക്കി. അപ്പം ശരിക്കും മുസ്ലിം സ്ത്രീകളെ ഒരു കോമാളികളായിട്ടാണ് കാണുന്നത്. അവർക്കുള്ള സ്വാതന്ത്ര്യം ഇല്ല. നമ്മൾ ഇന്ത്യൻസ് ആണ്, നമ്മൾ ആദത്തിന്റെ മക്കളാണ് അല്ലേ. അതിന് മുസ്ലിം സ്ത്രീകളെ മാത്രം നിങ്ങളുടെ മുടി ഹറാമാണ്, നിങ്ങൾ ഈ കറുത്ത എന്ന നിറം ഇറാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, ഇറാൻ വഴി പേർഷ്യൻ വഴി സൗദിയിൽ വന്നു, അങ്ങനെയാണ് കറുപ്പ് വന്നത്. ഈ ഇടയ്ക്കാണ് നമ്മുടെ കേരളത്തിൽ ഈ കറുത്ത പർദ്ദ വന്നത്, മസ്കരയൊക്കെ എല്ലാം വന്നത്. നമ്മുടെ നസീറിന്റെ ഭാര്യയൊക്കെ എങ്ങനെ എന്ത് നല്ല വിഷമായിരുന്നു അല്ലേ. അപ്പൊ പണ്ടത്തെ മുസ്ലിംസ് എല്ലാരും ഓർത്തു നോക്കാം, അന്നും ഇതില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ വസ്ത്രത്തിന് ഇറക്കം കൂടട്ടെ എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. എന്ത് വസ്ത്രമാകാം. അതും കൂടാതെ മുഹമ്മദ് നബി ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം പ്രാദേശികമാണ്, നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നോ ആ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് വേണം നിങ്ങൾ ഇസ്ലാമിന് മുൻപോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ നമ്മൾ ഇവിടെ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ പൊതിഞ്ഞു കെട്ടി ഈ മക്കനെയൊക്കെ ഇട്ട് എന്തിനാ ജീവിക്കുന്നത്? നമ്മളെല്ലാം ദൈവം നമ്മളെ സൗന്ദര്യമായിട്ട് നമ്മളെ മെനഞ്ഞെടുത്തു. നമ്മൾ നല്ല അന്തസ്സായിട്ട് ഡ്രസ്സ് ചെയ്യാനാണ് 7:33 ഖുറാനിൽ പറയുന്നത്. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? നല്ല സുന്ദരികളായിട്ട് ജീവിക്കുക. എന്ത് അത്ഭുതമാണ് ലൈഫിൽ സംഭവിച്ചത്? എന്റെ ലൈഫിൽ സംഭവിച്ചത്, ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ചെന്നൈയിൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, നാട്ടിലും പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയിലൊക്കെ ഞാൻ വളരെ ലാവിഷായിട്ട് നിന്നിരുന്ന ആള് പെട്ടെന്ന് എന്നെ എങ്ങനെ മാറ്റി, എന്നെ കൂടെ തന്നെ ഇസ്ലാം ആകുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇദ്ദേഹത്തെ മുനീറിനെ കല്യാണം കഴിക്കുന്നു.
ആസ്ട്രേലിയക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചെന്നെ. അമ്മോ, തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. അപ്പൊ കുറച്ചൊരു മോൻ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന്, ഞാൻ ചെന്നൈയിലാണ്, ഈ 25,000 വാടക കൊടുത്ത് താമസിക്കുന്നു. അപ്പൊ ഞാൻ തിരിച്ച് ആസ്ട്രേലിയയിലോട്ട് പോകാൻ വേണ്ടിയത്. അപ്പൊ അവിടെ നിന്ന് തിങ്സ് എല്ലാം കൂടെ കൊണ്ടുവന്ന് മൂലമറ്റ എന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു ചെറിയൊരു ഫ്ലാറ്റ് കൊടുത്ത് 3-ാം നിലയിലെ റൂം, സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടിടുന്നു. എന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ തറവാട്ടിൽ താമസിക്കുന്നു. അമ്മയുടെ കൂടെ മുസ്ലിം ശേഷം അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാനും മുനീറും കൂടെ ചെന്നപ്പോ പപ്പ വീട്ടിൽ കേട്ടാതൊക്കെ ഇരുന്നിട്ടുണ്ട്. തട്ട മാറ്റുവാണെങ്കിൽ നിന്നെ കേട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കേട്ടിട്ടില്ല, തട്ട മാറ്റിയില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു, ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നു, വീട്ടിൽ കയറ്റാത്തോണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. അമ്മയ്ക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അമ്മ എവിടെയോ ഒളിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ തിണ്ണയിലിരുന്നു, കുറെ നേരം ഇരുന്നപ്പോ പിന്നെ അമ്മ വന്നു. അപ്പൊ ഒരുപാട് കൈപ്പേറിയ ഇതൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ മുനീറില്ലല്ലോ. പിന്നെ ആസ്ട്രേലിയക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മയൊക്കെ വിചാരിച്ചാടാ ഇനിയിപ്പോ ആസ്ട്രേലിയക്കൊന്നും പോകത്തില്ലായിരിക്കും. അങ്ങനെ എന്നെ സ്വീകരിച്ച് വീട്ടിൽ കയറ്റി. പക്ഷെ അനിയത്തൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ മുസ്ലിം ആയതുകൊണ്ട് മാത്രം, മുസ്ലിം ആയപ്പോഴത്തേക്കും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായി. അപ്പൊ അള്ളാഹു കൊണ്ട് കൂടെ എല്ലാരും എതിരായി, മോളും എതിരായി. മോളെ അവര് ബ്രെയിൻ വാഷ് ചെയ്തു. നീ മമ്മി എടുത്തിട്ട് പോകരുത്, മമ്മി നിന്നെ മുസ്ലിം ആക്കി കളയും. അപ്പം എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ എന്റെ മോന് എന്റെ 5 പൈസ ഇല്ല, 5 പൈസ ഇല്ല ആ സമയത്ത്. എനിക്ക് സത്യം പറയാലോ, അരി വാങ്ങിക്കാൻ പൈസ ഇല്ല. ആ അവസ്ഥയിലിട്ട് എത്തി. ഞാൻ അങ്ങ് വല്ലാണ്ട് വിഷമിച്ച്, ഞാൻ തഹജ്ജുദ് കിടന്നങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. രണ്ടു. അപ്പൊ ഈ ലോഡ്ജിലാണ് താമസിക്കുന്നത്. അമ്മ വീട്ടിൽ താമസിപ്പിക്കുന്നില്ല, തറവാട്ടിൽ താമസിപ്പിക്കുന്നില്ല. ഈ 3-ാമത്തെ നില സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ താമസിക്കുക. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ എന്താവും? അപ്പൊ മുനീറുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം, ഞാൻ മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ആസ്ട്രേലിയയിലായിരുന്നു, പൈസ ചെയ്യാം. അപ്പൊ ഞാൻ ആസ്ട്രേലിയയിൽ നിന്ന് മോൻ ഒരു ആക്സിഡന്റ് ആയപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. മുനീർ എന്നെ വിട്ടില്ല. അതിനുശേഷമാണ് അപ്പൊ മുനീർ പോവണ്ട എന്ന് പറഞ്ഞെടുത്ത് ഞാൻ തനിയെ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വന്ന ആളാണ് ഞാൻ. അപ്പൊ അതിന്റെ പിണക്കം. നിനക്ക് മോനാണോ ഞാനാണോ വലുത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് നീ എന്റെ കൂടെ നിൽക്കാനാ. അപ്പൊ നീ മോൻ പറഞ്ഞ് അങ്ങോട്ട് പോകണം. ഞാൻ പോയിട്ട് വരാം. അന്നേരം പുള്ളിക്കാരൻ ഞാൻ പോയ ഇതില് പുള്ളി തലയിറങ്ങി വീഴുകയും പിന്നെ ആംബുലൻസിൽ ഹോസ്പിറ്റലാക്കുകയൊക്കെ ചെയ്തു. പുള്ളി അറ്റാച്ച്ഡ് ആയിരുന്നു എന്റെ അടുത്ത്, ഭയങ്കര സ്നേഹം. അപ്പൊ പുള്ളിയെ താങ്ങാൻ വയ്യാണ്ടായിരുന്നു. പുള്ളി ഡൈവേഴ്സ്ഡ് ആയിരുന്നു, ഞാനും ഡൈവേഴ്സ്ഡ് ആയിരുന്നല്ലോ. അപ്പൊ പുള്ളിയുടെ മകളെ, ഓസ്ട്രേലിയയിലുള്ള മകളെ വിളിച്ചു. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അപ്പൊ മകള് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഭാര്യ എന്ത് ചെയ്തു? പുള്ളിക്കാരന് ഒരു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ഞാൻ എടുത്തു ആ സമയത്ത്. എന്നിട്ട് അത് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഇവിടെ മോനോട് താമസിക്കുക, നാട്ടിലുണ്ട്. എന്നിട്ട് ഈ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ തകർന്നു പോയെങ്കിലും ഞാൻ വിചാരിച്ചു, ഭാര്യയും ഭർത്താവും അല്ലേ, ഒന്നിക്കെങ്കിലും അങ്ങ് നിൽക്കട്ടെ, നല്ല കാര്യമല്ലേ. അങ്ങനെ ഞാൻ അങ്ങ് സമാധാനിച്ചു. പക്ഷേ ഭാര്യ അങ്ങനെയല്ല, ഭാര്യ പ്രതികാരം തീർക്കുമായിരുന്നു. പുള്ളിക്കാരന്റെ പറഞ്ഞു, എനിക്ക് ഒരു വാശികളായിരുന്നു. നിങ്ങൾ എന്താ സ്നേഹം, ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ രണ്ടുപേരുടെ സ്നേഹം. ഇനി മീനു തിരിച്ചു വരുമോ ഇല്ലെന്ന് എനിക്കൊന്ന് അറിയണം. ഇനി ഞാൻ നിങ്ങളെ സ്നേഹിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനും ഒറ്റപ്പെട്ടു പോയി. പുള്ളിക്കാരൻ അതും ഇല്ല, ഇതിലുണ്ടായിരുന്നു. ഞാനും അങ്ങനെ ആയിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുകയായിരുന്നു ഞങ്ങള്. അന്നേരം ഞാൻ വല്ലാതെ വിഷമിച്ചു. ഞാൻ ഇങ്ങനെ തഹജ്ജുദ് കരഞ്ഞിട്ട് മോൻ ബാത്റൂമിൽ പോകാൻ, എന്താ ഈ രാത്രി കിടന്ന് കരയുന്നത്? ഷോ 3 മണിക്ക് ഇതെന്താ 3 മണി കരയുന്നത്? കരയാണ്, കരഞ്ഞ് തഹജ്ജുദ് പ്രാർത്ഥിക്കും. പിന്നെ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, എടാ നീ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചൂടെ എന്നോടെ? ഞാൻ തന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്, നീ എന്ന് എന്നോട് നിസ്കരിക്കാനാ? പുള്ളി മുസ്ലിം ആയിട്ടൊന്നുമില്ല. അപ്പൊ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ പഠിപ്പിക്കാം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല മോനെ, മമ്മിയോട് പ്രാർത്ഥിക്കുക. നീ ഒരു കാര്യം ചെയ്യും, ഒരു 10 ദിവസം നീ എന്നോട് നിസ്കരിക്കാൻ കൂട്. എന്നിട്ട് എന്തെങ്കിലും അത്ഭുതം നടന്നില്ലെങ്കിൽ നീ ആയിക്കും, ഓക്കെ. 10 ദിവസം പ്ലീസ്. അപ്പൊ പറയാം 10 ദിവസം 10 ദിവസത്തിന് കൂടെ ഞാൻ നിസ്കരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഞാൻ മുളു എടുക്കാനൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ഇവൻ എന്നോട് നിസ്കരിക്കാം. അപ്പൊ പറഞ്ഞു, 5 നേരം ഒന്നും നിസ്കരിക്കാൻ എന്നെ കിട്ടത്തില്ല. വൈകുന്നേരം ഒരു പ്രാവശ്യം ഇഷ മാത്രം. അങ്ങനെ ഇഷയ്ക്ക് ഇവൻ കൂടി. 4ാമത്തെ ദിവസം എന്നെ ഒരു അപരിചിതം വിളിക്കുക ഫോണില്. മിനു, എന്താണ് മിനുവിന്റെ വിഷമം? എനിക്ക് വിഷമമുണ്ടെന്ന് ഇങ്ങേർക്ക് എങ്ങനെ അറിയാം? പിന്നെ വിഷമം അങ്ങോട്ട് പറയാൻ പോ. ഞാൻ പറഞ്ഞു, എനിക്ക് വിഷമമുണ്ടെന്ന് ആര് പറഞ്ഞു? ഐ എം ഹാപ്പി.
ഇല്ല, മിനിന് എന്തോ വിഷമമുണ്ട്. ഞാൻ താങ്കൾ ആരാണ്? എന്റെ പേര് മുസ്ലിം പേര് പറഞ്ഞു. ഞാനങ്ങനെ അറിയാം, എന്നെ ടെസ്റ്റ് ചെയ്യാൻ വല്ലവരും വിളിക്കുന്നതാണെങ്കിലോ താങ്കളുടെ ഒരു ഐഡന്റിറ്റി കാർഡ് അയക്കും. അപ്പൊ അദ്ദേഹം ഐഡന്റിറ്റി കാർഡ് അയക്കുന്നു. അയാൾ പറഞ്ഞു അദ്ദേഹത്തിന് അതേ പേര്, ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണെന്ന് അറിയാം, നിങ്ങൾ താങ്കൾ എന്നെ വീഡിയോയിൽ വിളിക്കും, ഞാൻ വീഡിയോയിൽ കാണട്ടെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ വീഡിയോയിൽ വിളിക്കുന്നു. അപ്പൊ ഒരു മുസ്ലിം സഹോദരൻ അല്ലേ, ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞ്. ഞാനിങ്ങനെ പെട്ടുപോയി, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. ഞങ്ങൾക്ക് വിശന്നിട്ടൊന്നും വേല. അപ്പൊ ഞാൻ എന്റെ സ്വന്തം നാട്ടിലാണ് ജീവിക്കുന്നത്, മൂലമറ്റം. അപ്പൊ അവിടെ എന്റെ ഞങ്ങൾ ഒരുമിച്ച് വന്ന കളിക്കൂട്ടുകാരൻ അവിടെ ഹോട്ടലുണ്ട്. അദ്ദേഹത്തെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ വിളിക്കാം. ഹലോ ബെന്നി അല്ലേ? ബെന്നി, ഞാനും അവിടെ ഇല്ല കേട്ടോ, പുറത്ത് പോയിരിക്കുവാണേ. അപ്പൊ മോൻ ചിലപ്പോ ഫുഡ് വാങ്ങിക്കാൻ വരും, ഒന്ന് കൊടുത്തേക്കണം. എന്നിട്ട് അവിടെ എഴുതി വെച്ചില്ല, ഞാൻ വരുമ്പം എന്നെ തന്നാ കേട്ടോ. അപ്പൊ നമ്മൾ മോനെ നീ ചോറ് വാങ്ങിച്ചു. അപ്പൊ മോൻ ചോദിച്ചു എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നിട്ട് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് 3 ദിവസം കഴിച്ചിട്ടുണ്ട്. ഈ 3 ദിവസം കഴിച്ചിട്ടാണ് ഈ ഫോൺ വരുന്നത്, ഓർത്തണം. ഇദ്ദേഹം വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞു, എനിക്ക് വിഷമമുണ്ട്. കരഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു മിനിന് എന്താ ഞാൻ പറഞ്ഞു എനിക്ക് മദ്രാസിൽ സ്ഥലമുണ്ട്, ഞാൻ അത് വിറ്റിട്ട് ഞാൻ പൈസ തരാം, എനിക്ക് എങ്ങനെയെങ്കിലും 2 ലക്ഷം രൂപ എന്നെ സഹായിക്കും, എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോണം തോന്നുന്നു. കരയാതെ ഞാൻ ശരിയാക്കുന്നു. 1, 2, 3 എണ്ണിയില്ല, എന്റെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ പ്രോമിസ് ആയിട്ടും. ഒരു മുസ്ലിം അതാണ് സാധാരണ എന്നെ കണ്ടിട്ടില്ല, 2 രൂപ പോലും നമ്മൾ അറിയാവുന്നവര് തരില്ല. ആ ഒരു അവസ്ഥയിലാണ് വിഷമം പറഞ്ഞപ്പോ സത്യമായിട്ട് അതാണ് മുസ്ലിം. എന്റെ വിഷമം അറിഞ്ഞിട്ട് എനിക്ക് അപ്പൊ തന്നെ എനിക്ക് ആ കാശ്, എന്നെ നേരിട്ട് പോലും എന്നെ കണ്ടിട്ടില്ല, എനിക്ക് ആരെയൊന്നും അറിയത്തില്ല. എനിക്ക് 2 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്നു. ആ നിമിഷം തന്നെ ഞാൻ പാക്കേജ് തന്നെ വിളിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ വന്നു, ഞാൻ ഫ്ലാറ്റ് ഇത് കണ്ടു. ഈ ഫ്ലാറ്റ് ഇപ്പൊ ഈ താമസിക്കുന്ന ഫ്ലാറ്റ് എടുക്കുന്നു, റെന്റിന് എടുക്കുന്നു. ഞാൻ അങ്ങനെ ഈ ഫ്ലാറ്റിൽ വരുന്നു, ഇങ്ങോട്ട് മാറി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനോട് പറഞ്ഞു, മോനെ കണ്ടോ, അള്ളാഹുവിനോട് നിസ്കരിച്ചപ്പോ കണ്ടോ, അത്ഭുതം കണ്ടോ? അപ്പൊ അവൻ പറഞ്ഞു ശരിയാ മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വളരെ റമദാൻ നോയമ്പ് വരുന്നു. ഞാൻ പറഞ്ഞു അപ്പൊ ഞാനും ഈ ഡിവൈഎസ്പിയുടെ ഫ്ലാറ്റാണേ, മാത്യു സാറിന്റെ ഫ്ലാറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സ്ഥലമുണ്ട്, എനിക്ക് നാട്ടിൽ സ്ഥലമുണ്ട്, ആ സ്ഥലം വെച്ച് മാറുന്നോന്ന് വെച്ചു. അപ്പൊ അത് കൊടുക്കാം. അപ്പൊ പുള്ളി പറഞ്ഞു ആദ്യം മാറാന്ന് പറഞ്ഞു, പിന്നെ വേണ്ട, വൈഫ് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ശരി, ആ ഒരു കാര്യം ചെയ്തിട്ട് 1 മാസത്തേക്ക് ഞാനത് റെന്റിന് എടുക്കാം, എന്നിട്ട് ഞാൻ ചെന്നൈയിലെ ഫ്ലാറ്റ് വിറ്റിട്ട് ഞാൻ ഇത് വാങ്ങിച്ചോളാം എന്ന കരാറിലാണ് ഞാൻ ഫ്ലാറ്റ് എടുത്തത്. അപ്പൊ ഈ ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുറെ അനീതികളും അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ റെന്റിന് താമസിക്കുന്ന ആളല്ലേ, ഞാൻ അതിലൊന്നും ഇടപെടാൻ പോയില്ല. അങ്ങനെ നോയമ്പ് പോകുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മോനോട് പറഞ്ഞു, മോനെ നമുക്ക് നോയമ്പെടുക്കാം പ്ലീസടാ, നോയമ്പെടുക്കടാ. നോയമ്പെടുക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ മദ്രാസിലെ സ്ഥലം വിൽക്കാൻ കഴിഞ്ഞെങ്കിലും അപ്പൊ ഈ ഫ്ലാറ്റ് നമുക്ക് വാങ്ങിക്കാമല്ലേ. അവൻ അങ്ങനെ മനസ്സില്ല, കാരണം അവൻ ഓൾറെഡി അത്ഭുതം കണ്ടവനാ. അങ്ങനെ അവന് നോയമ്പെടുത്തു. 14ാമത്തെ ദിവസം എനിക്ക് ഫോൺ വരുവാണ്, മാഡം ആ സ്ഥലം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ഉബ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനിപ്പോ നോയമ്പിലാണ്, 10-15 ദിവസം കഴിയട്ടെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 10-15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുന്നു. കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്ത് എനിക്ക് 1 കോടിക്ക് മേലെ ആ സ്ഥലം 3 ലക്ഷം രൂപയ്ക്ക് 1997 വാങ്ങിച്ചിട്ട സ്ഥലമാണ്. എനിക്ക് വയ്യ. അതായത് 1 കിലോ അരി മേടിക്കാൻ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ നിന്നാണ് 1 കോടി രൂപ കയ്യിലോട്ട് വരുന്നു. കെട്ട് കാശ്. എനിക്കത് എങ്ങനെ, ഞാനും എന്റെ മക്കളും ഉണ്ട്, ഈ കാശ് എങ്ങനെ നാട്ടിലെത്തിക്കും? ചെന്നൈയിലാ. ഞാൻ ആദ്യം ചുമ്മാ ഒന്ന് ബാങ്കിൽ കയറി, ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഇട്ടെന്ന് കാണിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ ഈ ക്യാഷും കൊണ്ട് ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു. ബെഡിന്റെ അടിയിൽ എല്ലാം നിരത്തിയിട്ടിട്ട് അന്ന് ബെഡിന്റെ മേലെ മേലെ കിടന്ന് ഉറങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം ഈ കാശ് ഞാൻ പിള്ളേർ വെളിയിൽ പോയല്ലോ, പിള്ളേർക്കൊരു ശ്രദ്ധ ഒന്നും ഇല്ല കേട്ടോ, അത് ഓടിക്കളിയ ഭയങ്കര ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് 3 സൂക്കേസ് ഉണ്ട്. ഈ 3 സൂക്കേസിൽ ഞാൻ ആദ്യമായിട്ട് എല്ലാം വെച്ചു കാശ്. കാരണം ഒരു സൂക്കേസ് കൊണ്ടുപോകണമെങ്കിൽ 2 സൂക്കേസ് കിട്ടുമല്ലോ. പക്ഷെ പിള്ളേരോട് പറഞ്ഞില്ല അടിയിൽ ക്യാഷ് ഉള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ ട്രെയിനെ വന്നു ഈ കാശും കൊണ്ട്. എന്റെ ദൈവമേ, ഞാൻ മാത്രം ഉറങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂക്കേസ് നോക്കിക്കൊണ്ടിരിക്കും. പിള്ളേരെ അറിയിച്ചാണെങ്കിൽ മമ്മി ഇല്ലേ. അങ്ങനെ ഈ ക്യാഷ് കൊണ്ടുവന്ന് കയ്യോടെ ക്യാഷ് കൊടുത്താണ് ഈ ഫ്ലാറ്റ് ഭയങ്കര അനുഗ്രഹിതമായിട്ട് വാങ്ങിച്ച ഒരു ഫ്ലാറ്റ് ആണ്. അങ്ങനെ ആ കേസ് ഉപേക്ഷിച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് ഈ കാറ് എന്റെ സ്കോർപ്പിയോ കൂടെ ചക്കച്ചക്ക നിൽക്കും.
അപ്പൊ ഇത് ഞാൻ എന്നെ സഹായിച്ച ഇദ്ദേഹത്തോട്, ഈ മുസ്ലിം സഹോദരനോട് ഞാൻ പറഞ്ഞു, എന്റെ കാർ ഇങ്ങനെ കേടായിരുന്നു. അപ്പൊ തന്നെ 8 ലക്ഷം രൂപ ഇട്ട് തരുക. പോയി പുതിയ കാർ, പുതിയ സ്കോർപ്പിയോ വാങ്ങിക്കാൻ എന്നെ MRI എടുത്ത്. സത്യം, ഞാൻ ഞെട്ടിപ്പോയി. EMI സോറി, MRI അല്ല, EMI എടുക്കാൻ. അപ്പം സ്കോർപ്പിയോക്ക് ഒരു 12-16 ലക്ഷം ഒക്കെ ആവുമല്ലോ. 8 ലക്ഷം രൂപ ഇട്ടിട്ട് ബാക്കി EMIക്ക് പോയി സ്കോർപ്പിയോ എടുക്കാൻ. അങ്ങനൊക്കെ മനുഷ്യരുണ്ടോ? ദൈവമേ, ഈ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അദ്ദേഹത്തെ ദീർഘായുസ് കൊടുക്കട്ടെ. സത്യം. ഇല്ല, കണ്ടിട്ടില്ല. മിനു പോയി വാങ്ങിക്കാൻ. എനിക്കാണെങ്കിൽ സത്യം പറയാൻ എനിക്ക് അറിയത്തില്ല. ദൈവമേ, ജീവിക്കുന്ന ദൈവം ചെയ്യുന്ന അത്ഭുതം ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തി പൈസ കിട്ടുന്നു. ഇന്ന് പിന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന അന്നേരം കണ്ടിട്ടില്ല. ആ കാഴ്ച ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാൻ എളിമപ്പെട്ടു. ആ 8 ലക്ഷം രൂപയ്ക്ക് ഞാൻ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി. കാരണം വേണ്ട, ദൈവം എനിക്ക് ട്രാൻസ്പോർട്ടിനുള്ള വാഹനം മതി, ഹൈഫൈ ഒന്നും വേണ്ട, ഇത് മതി. അപ്പൊ പുള്ളി പറഞ്ഞു, മിനുവിന്റെ എളിമയെ മിനുവിന്റെ ഈ മനസ്സാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് മിനുവിനെ ഇനിയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു, നമ്മളൊന്ന് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ. അങ്ങനെ എനിക്ക് അത്ഭുതങ്ങളുടെ ഒരു ജീവിതമായിരുന്നു. അപ്പൊ മോൻ ഇത് അപ്പൊ ഈ സ്ഥലം വിൽപ്പന, ഈ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ, അന്ന് മോൻ പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ ഞാനും പിന്തുടരുന്നു. അങ്ങനെ അവനെ അതെ, അങ്ങനെ മോനെ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അന്ന് മുതല് ഈ നിമിഷം വരെ എനിക്കൊന്നിനും മുട്ടില്ല, എനിക്കൊന്നിനും കുറവില്ല. പിന്നെ എല്ലാവരും ഇൻഡ്യൂഷനായി എന്നെ കൂടെ ഓരോന്നെങ്കിലും ചെയ്യിപ്പിക്കുന്നത് ഞാനല്ല. മനുഷ്യനെ ആലോചിക്കുന്നു, ദൈവം തീരുമാനിക്കുന്നു. ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് എന്റെ ആഗ്രഹം പോലെ അല്ല നടക്കുന്നത്. അത് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. എനിക്കൊന്ന് ഹേമ കമ്മിറ്റിയൊക്കെ വന്നപ്പോ ഒരുപാട് പിടിച്ചിരിക്കാൻ കഴിഞ്ഞതും അതിന്റെയൊക്കെ ആയിരിക്കും. ദൈവത്തോട് നമ്മൾ കാര്യം നമ്മൾ ഏറ്റുമുട്ടിയ ആളുകളെല്ലാം ഒമ്പത്തുള്ള ആളുകളാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ ഒരു കഴിഞ്ഞ ദിവസം വാർത്ത വന്നത് അറിഞ്ഞിരിക്കുമല്ലോ. ഹേമ കമ്മിറ്റിയായിട്ട് വന്ന റിപ്പോർട്ട് ചെയ്ത 59 കേസുകളും തള്ളി. കാര്യം മൊഴി കൊടുക്കുന്നില്ല. അതായത് മീനുവിനൊപ്പം പരാതി പറഞ്ഞവർ മൊഴി കൊടുക്കുന്നില്ല. മീനു ആണ് ഏറ്റവും ആക്ഷൻ എടുത്തിട്ടുള്ളത് അതിനകത്ത്. ബാക്കിയുള്ള ആളുകളൊക്കെ പിന്മാറി. എങ്ങനെ പിന്മാറിയെന്നോ എന്തുകൊണ്ട് പിന്മാറി നമുക്കറിയില്ല. എന്ത് തോന്നുന്നു, അതിനെ കുറിച്ച് എന്ത് പറയുന്നു? അതിനെ കുറിച്ച് ഇപ്പൊ എന്നെ ദൈവം, കാരണം ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി എന്നെ ഒരു നിമിത്തമാക്കിയെന്നുള്ളൂ. കാരണം 2015 തൊട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല. ഞാനിങ്ങനെ പ്രാർത്ഥന, ഞാൻ ബൈബിൾ പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ. അപ്പം ഇപ്പോഴും ഞാൻ ഒരുപാട് ദുരന്ത അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ദൈവത്തിൽ സമർപ്പിച്ച് ഞാൻ മറന്നുപോയ ഒരു വ്യക്തിയാണ്. ഇതൊന്നും ഞാൻ ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം മക്കയിൽ പോയിട്ട് വന്നിരുന്നപ്പോഴാണ്, ഈ കഴിഞ്ഞ ജൂലൈ പോയായിരുന്നു, അമ്മോനുമായിട്ട് അമ്രയ്ക്ക് പോയായിരുന്നു. അപ്പൊ ജൂലൈ പോയിട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞുള്ളൂ. നമ്മളവിടെ തവാഫൊക്കെ എടുത്ത് നല്ല മടുത്തിരിക്കുമല്ലോ. അപ്പൊ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ അങ്ങനെയൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണോ സിനിമ ഫീൽഡില്, ഇതിങ്ങനെ പോയി ശരിയാകത്തില്ല. അപ്പൊ ആരും പറയുന്നില്ലല്ലോ, എന്തായാലും മുൻപോട്ടൊന്നും പറയാത്ത കാര്യങ്ങൾ. എല്ലാവർക്കും അനുഭവം ഉണ്ട്, അനുഭവങ്ങള്. ഞാൻ വിചാരിച്ചേ ഇനി എന്തൊക്കെയാലും എന്നെ ആരും കെട്ടാനൊന്നും പോകുന്നില്ല. ഞാൻ പിന്നെ മുനീറിന് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. എല്ലാവരും എന്റെ മോന്, അതിനു മുമ്പ് എന്നോട് 24 hours എന്നോട് ജീവിക്കുന്നത് എന്റെ മോൻ എന്നെ കുറിച്ച് അറിയാം, മമ്മി ആരാണ്. നേരത്തെ മോൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ധൈര്യമായിട്ട് അങ്ങ് മുമ്പോട്ടുള്ള കാര്യം സത്യമായിട്ട് അങ്ങ് പറഞ്ഞു. എത്രത്തോളം തെളിവ് ഇതൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും തെളിവുണ്ടാക്കുമോ? വേറെ കാര്യമുണ്ട്, ഈ മൊഴി കൊടുത്തില്ല എന്ന പേരിലാണ് അവർ പിന്മാറിപ്പോയത്. ഈ 59 കേസും പിൻവലിച്ച് മൊഴി കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ മീനു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് മാക്സിമം തെളിവ് കൊടുത്ത് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസ് അവരുടെ അങ്ങേറ്റം, SITക്കാരോട് അങ്ങേറ്റം സഹകരിച്ചു. ബാക്കി എല്ലാ DYSPമാരായാലും എല്ലാവരും എന്തൊരു തുണയും സപ്പോർട്ടുമാണ്. നെടുമ്പാശ്ശേരിയിലെ പോലീസുകാരും എല്ലാവരും. ഞാൻ വിചാരിച്ചു നോക്കിയാണ്, ഈ ബാക്കിയുള്ള കേസുകളൊക്കെ ഒതുക്കി തീർത്തതായിരിക്കും അവര്. കാര്യം നമുക്കറിയാം, പല കേസുകളും നമുക്കറിയാലോ, പൈസ കൊടുത്തും ഫോഴ്സ് ഉപയോഗിച്ചൊക്കെ ഒതുക്കി തീർക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ 59 കേസുകളും ഈ നടന്മാരും. പോലീസുകാരെ സംബന്ധിച്ച്, ലോ എൻഫോഴ്സ്മെന്റിനെ സംബന്ധിച്ച് അവര് നീതിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. അല്ല, ഈ മൊഴി കൊടുക്കാത്ത ആളുകൾ, അതെന്ന് വെച്ചാല് അവരുടെ മുകളിലുള്ളവർ അവർക്ക് സ്വാധീനം, അവർക്ക് പ്രഷർ കൊടുത്താൽ അവർ ഹെൽപ്ലെസ് ആവും. ഈ മൊഴി കൊടുക്കാനുള്ള ആളുകൾ സ്ത്രീകളാണല്ലോ. ഈ മൊഴി കൊടുക്കട്ടെ, അപ്പൊ സ്വാധീനം വന്നു, പണം വന്നു, അങ്ങനെയൊക്കെ.
അവരെ ഒതുക്കി കാണിക്കും. എന്തുകൊണ്ട് മിന്നുവിനെ അങ്ങനെ ഒതുക്കാൻ കഴിയുന്നില്ല? എന്നെ ഒരാള് വന്ന് സ്വാധീനിച്ചായിരുന്നു. 25 lakhs പറഞ്ഞു. താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പൂങ്കൊല്ലി മാഡത്തിനെ അറിയിക്കുകയും ചെയ്തു. എന്നെ ഇങ്ങനെ വന്നു. അപ്പൊ എന്റെ ഫാമിലി ഫ്രണ്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിൽ കൂടി ഒരു കേസ് അത് ഇല്ലാതാക്കണം. ഞാൻ അടുത്ത നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഞാൻ വലിയൊരു പൊസിഷനോട്ട് വരുന്ന ഒരാളാണ്. മിനുവിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ദൈവം എന്റെ പേര് ഇതിലോട്ട് കൊണ്ടുവരരുത്, ഇത് എങ്ങനെയെങ്കിലും ഇതാക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു വേദന, അതെനിക്ക് എന്റെ മനസ്സിന് വേദനയായിട്ട് എന്റെ ഹൃദയം മുറിഞ്ഞു കിടക്കും. ഇപ്പോ ഇത്രയൊക്കെ ആയി, ഈ നടന്മാര് 8 നടന്മാരല്ലേ, 8 പേരല്ലേ, 8 പേരെയും ശിക്ഷിച്ചില്ല എന്ന് ഇരിക്കട്ടെ, എന്തായിരിക്കും മീനുവിന് തോന്നുന്നത്? അവരെ ശിക്ഷിക്കണമെന്ന് എനിക്കില്ല, ആഗ്രഹമില്ല. ഓൾറെഡി ശിക്ഷ കഴിഞ്ഞുകൊണ്ടാണോ? കാരണം അല്ല, ഓൾറെഡി അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ നിന്നും പ്രേക്ഷകരിൽ നിന്ന്, അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരെ മറ്റൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഈ നടന്മാരൊക്കെയും പീഡനവീരന്മാരായിട്ടാണ് കാണുന്നത്. അവരുടെ ഇമേജ് തകർന്ന് അവരെ ലോകം കാണുന്ന മറ്റൊരു കണ്ണിലൂടെയാണ്. അതിനൊരു ശിക്ഷയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ശിക്ഷ മതിയാവുമോ? മതി. എന്നെ സംബന്ധിച്ചിടത്തോളം അവര് ഇനിയെങ്കിലും അവരുടെ ഭാര്യമാരോട്, അവരുമല്ല മറ്റെല്ലാവരും ഭാര്യമാരെ നന്നായി ആത്മാർത്ഥമായി സ്നേഹിക്കട്ടെ, എല്ലാവരും നല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇനിയും മറ്റുള്ള പെൺകുട്ടികൾ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇന്നൊരു ഭാര്യ ഒരു ഭർത്താവ് മറ്റൊരു ഭർത്താവിനെ സ്നേഹിച്ചാലും അതിന് തെറ്റില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടുണ്ട്. അപ്പൊ ഒരു സ്ത്രീ ഇഷ്ടമാണെങ്കിൽ അവൾ പോട്ടെ, പക്ഷെ ആരെയും അവൾ കൺസെന്റ് ഇല്ലാണ്ട് അവളെ ഉപദ്രവിക്കാൻ പാടില്ല. അവള് വഴങ്ങാത്തതിന്റെ പേരിൽ അവൾ ഉപദ്രവിക്കാൻ പാടില്ല. എന്നെ അതാണ് ചെയ്തത്. വഴങ്ങാത്തതിന്റെ പേരിൽ എന്റെ സിനിമകളെല്ലാം, ഞാൻ അഭിനയിച്ചതെല്ലാം കട്ട് ചെയ്തു, റോളുകളൊക്കെ കട്ട് ചെയ്തു, അവസരങ്ങൾ നഷ്ടപ്പെടുത്തി, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. വഴങ്ങാത്തതിന്റെ പേരിൽ മാത്രം. മിനു വേണ്ട. അപ്പൊ നിസ്സഹായരായ ഡയറക്ടേഴ്സ് പറയുന്നുണ്ട്, മിനു സോറി, അവര് തീരുമാനിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു ഇതിന്റെ പേരിൽ മാത്രം. എന്നെ സംബന്ധിച്ച് ഞാന് സെക്സ് എന്ന് വെച്ചാൽ പരിശുദ്ധമാണ്. അതിന് വലിയൊരു വില കൊടുക്കുന്നുണ്ട്. അതിനുമുപരി നമ്മുടെ ശരീരം എന്ന് വെച്ചാല് പള്ളിയാണ്. ഈ പള്ളിക്കുള്ളിൽ ദൈവം വസിക്കുന്നു. ഉപനിഷത്തില് അത് ഇതിലാണ് ഹിന്ദു ഏതൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, അങ്കുഷ്ട മാതൃ പുരുഷാന്തരാത്മേ സദാ ജനന ഹൃദയ സന്നിഷ്ഠ എന്ന് വെച്ചാൽ ഒരു അങ്കുഷ്ട, ഈ ഒരു വലിപ്പത്തില് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പം ഈ പ്രണയം നമുക്ക് ആദ്യം റെസ്പെക്ട്, ബഹുമാനം ഉണ്ടാവണം. പിന്നെ നമുക്ക് ഒരു സ്നേഹം ഉണ്ടാവണം ഒരു പുരുഷനോട്. ആ സ്നേഹം ആ പുരുഷൻ നമ്മളെ കെയർ ചെയ്യുന്നു, നമ്മുടെ കാര്യത്തിൽ അവനോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. ഈ സ്നേഹത്തിൽ നിന്നാണ് പ്രണയം ഉണ്ടാകുന്നത്. ഈ പ്രണയത്തിൽ നിന്നാണ് നമുക്കൊരു സെക്സ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാകുന്നത്. അതൊരു കാമമാകാൻ പാടില്ല. സെക്സ് എന്ന് വെച്ചാൽ വെരി ബ്യൂട്ടിഫുൾ ആണ്. അതങ്ങനെ ആസ്വദിക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയണം. പക്ഷെ നമ്മുടെ പല ജനങ്ങൾക്കും ഒന്നും അറിയാം, ഈ കോഴീനെ പോലെ സെക്സിനെ കാണുന്നത് തീർന്നു. അതില് ആ സ്ത്രീക്ക് ഒരു ക്ലൈമാക്സിൽ അവർക്കൊരു ഇതുണ്ടാവുമെന്ന് പല പുരുഷന്മാർക്കും അറിയില്ല. സ്ത്രീക്കും പുരുഷനും ഒരേ സമയത്ത് വരും പ്രണയം ഉണ്ടെങ്കിൽ. അത് ഇന്നും ജനങ്ങൾ പലർക്കും അറിയത്തില്ല. ഇവർക്ക് മലയാളികൾക്ക് സെക്സ് ആസ്വദിക്കാൻ അറിയില്ല. അപ്പൊ അവർക്ക് വെച്ചാല് പെട്ടെന്ന് എങ്ങനെയെങ്കിലും എജാക്കുലേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതിലുപരി ഒരു പെണ്ണിനെ സ്നേഹിച്ച് പ്രേമിച്ച്, ഐ മീൻ ബിഫോർ മാരേജ് അല്ല കേട്ടോ, ആഫ്റ്റർ മാരേജ്, അതിനാണ് ഒരു ഡിവൈനിറ്റി ഉണ്ട്. അതിലൊന്ന് നമ്മൾ സംസാരിച്ചും തമാശ പറഞ്ഞും. ഇപ്പൊ തന്നെ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം, എന്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ നോയമ്പ, അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് നോയമ്പിന്റെ സമയത്ത് വന്നിട്ട് പറഞ്ഞ അസ്സലാമു അലൈക്കും എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് അങ്ങ് പറഞ്ഞു. പിന്നെ അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അങ്ങോട്ട് ചോദിക്കുമ്പോഴേക്കും അസ്സലാമു അലൈക്കും. അപ്പൊ ഈ അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ ഒരാൾ വിഷ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മള് മറുപടി കൊടുക്കണം, നിർബന്ധമാണ്. ഇദ്ദേഹം അത്തേ പിടിച്ചിട്ട് പറയാം അസ്സലാമു അലൈക്കും. അപ്പൊ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി മാറ്റി വലൈക്കും സലാം. പിന്നെയും പോയി അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടേ പോതുമേ വലൈക്കും സലാം, പിന്നെയും പോന്നു അസ്സലാമു അലൈക്കും. അതെത്ര ആ ഒരു ചിരിയോടെ പുഞ്ചിരിയോടെ പിന്നെയും അസ്സലാമു അലൈക്കും. നോയമ്പിന്റെ സമയത്ത് നോയമ്പാ അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ നോക്കാതെ വലൈക്കും സലാം അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ പിന്നെ വലൈക്കും സലാം വലൈക്കും സലാം വലൈക്കും സലാം വലൈക്കും സലാം വലൈക്കും സലാം പിന്നെയും പോന്നു. പിന്നെയും അതേ ഇതില് അസ്സലാമു അലൈക്കും. കാലെ പിടിച്ച് കുമ്പിട്ടുറേ, இன்னைக்கு ஃபாஸ்டிங் വെറുതെ വിട്ടിരുങ്ക പ്ലീസ്. 250 പേർക്ക് നമ്മള് സാപ്പാട് കൊടുക്കേണ്ടി വരും കേട്ടാ, ഇങ്ങനെ സെറ്റ് ചെയ്താൽ.
പുള്ളി പറയാ ആ മിനു അത് നല്ല കാര്യല്ലേ 250 പേർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ കൊടുക്കറേ മിനു മനസ്സിലായ. അതാണ് ഒരു പ്രണയം. ഞാൻ പറഞ്ഞോ ഫാസ്റ്റിംഗ് ആണ്, ഫാസ്റ്റിംഗ് കഴിയട്ടെ അന്നേരം അച്ഛനാ വേണ്ടി ഇപ്പൊ ഞാൻ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. ഞാൻ എങ്കിലും ഞാൻ അവിടെ ഇതായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട 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 നോയമ്പല്ലേ നോയമ്പല്ലേ അപ്പൊ അതിനൊരു കാത്തിരിപ്പ് ആ നോയമ്പ് കഴിയാൻ വേണ്ടി അത് കഴിഞ്ഞിട്ടുള്ള അപ്പൊ അങ്ങനെ ആ ഒരു തമാശയും റൊമാൻറ്റിക്കും അവിടെയാ അത് ആസ്വദിക്കണം. അല്ലാണ്ട് നേരെ വന്നിട്ട് സെക്സിന് ആദ്യമായിട്ട് നാം വേണ്ടത് വെച്ചാൽ ഒന്ന് സ്നേഹം, 2 പ്രണയം, അതിലുമുപരി വേണ്ടത് ഹൈജീനിക്ക്. ഒരു സ്മെല്ല്, ഒരു വേർപ്പിന്റെ സ്മെല്ല് പോലും ഉണ്ടാകാൻ പാടില്ല, വായിൽ സ്മെല്ല് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ രാത്രി കിടക്കാൻ പോവാണെങ്കിൽ തീർച്ചയായിട്ടും 2 പേരും ദമ്പതികൾ പല്ല് തേക്കണം. പിന്നെ ഒന്ന് കുളിച്ചില്ലെങ്കിലും ബോഡി ബാത്തെങ്കിലും ഒന്ന് ചെയ്യുക. എന്നിട്ട് നല്ല രീതി നല്ല ബെഡൊക്കെ വിചാരിച്ച് എന്നിട്ട് വേണം ശരിക്കും സെക്സിലോട്ട് വരേണ്ടത്. അപ്പൊ അവിടെ നല്ലൊരു ബോണ്ടേജ് ഉണ്ടാവും. അപ്പൊ ആ പുരുഷന് മറ്റൊരു സ്ത്രീയോടോ ആ സ്ത്രീക്ക് മറ്റൊരു പുരുഷനോടോ ഒരിക്കലും ഒരു ആഗ്രഹം തോന്നത്തില്ല. കാരണം നമ്മളിവിടെ മാധുര്യമായിട്ട് നമ്മളിവിടെ അനുഭവിച്ചു കഴിഞ്ഞു. നമുക്കൊരു ചിലപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയൊക്കെ അവരുടെ കക്ഷത്തിൽ നിന്നുള്ള മണവും വായിൽ നിന്നുള്ള മണവും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പെണ്ണിനും അതെ പലരും ശവം മോല കിടന്നു കൊടുക്കാണ്. ശവം അങ്ങനെ ശവമാവുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പല പെണ്ണുങ്ങൾ വിചാരിക്കും വേണമെങ്കിൽ അമ്മ ഒന്ന് ചെയ്യട്ടെ. അങ്ങനല്ല, പെണ്ണുങ്ങൾക്ക് മുൻകൈ എടുക്കാം. ചിലപ്പോ പുരുഷന്മാർക്ക് പല ടെൻഷന്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കാം അവർക്ക് നമ്മളുടെ ഒരു ചെറിയൊരു തലോടൽ, ഒരു പ്രേമ തലോടൽ എന്താ അവരെല്ലാം മറക്കും. അപ്പൊ അവന് അതിനെ അതിജീവിക്കാൻ ഉള്ള അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു അല്ല അങ്ങനെ ഉണ്ടാവുമ്പോ ഈ പറയുന്ന പോലെ അവിഹിതങ്ങൾ ഒഴിവാകും. കാര്യം ഇവര് നമ്മളൊരു ബോണ്ടിങ് ഉണ്ടാവും, ഭാര്യ ഭർത്താവ് നമ്മളൊരു ബോണ്ടിങ് ഉണ്ടാവും അല്ലെ, അവിഹിതങ്ങൾ ഒഴിവാകും. അയാൾക്ക് പോവാൻ തോന്നത്തില്ല. കാരണം ഇന്നും അസുഖങ്ങളും എല്ലാം ഉണ്ട്. എന്തിനാ ഞാൻ പറയട്ടെ, പെണ്ണുങ്ങളുടെ ഈ പ്രൈവറ്റ് പാർട്ട് ഉള്ളിലാണ്. അതിനകത്ത് എന്തൊക്കെ അസുഖം ഉണ്ടാവുന്ന ആർക്കെങ്കിലും അറിയാവോ? കാണാൻ പറ്റുമോ? അവിടെയാണ് നമ്മൾ പോയി കുറെ കാശും കൊടുത്തിട്ട്. ഈ ക്യാഷ് കൊടുക്കുന്ന സ്ത്രീകൾ എത്ര പേരോടെ പോകുന്നവരാ ചിന്തിക്കുന്ന. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളുടെ ഭാര്യനേക്കാളും പതിവ്രതയായിട്ടൊരു മറ്റൊരു സ്ത്രീ ഉണ്ടോ? ഇന്ന് എല്ലാ ആണുങ്ങളും ഫിലിം ആക്ടേഴ്സിന്റെ പുറകെയാ, ഫിലിം ആക്ടേഴ്സ് പെണ്ണുങ്ങളുടെ പുറകെയാണ്, ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. പക്ഷെ ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ അവര് ആരോടൊക്കെ കൂടെ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഞാൻ എല്ലാ ഫിലിം ആക്ടേഴ്സും പറയുന്നില്ല, എല്ലാവരും നല്ലവരും നല്ല പതിവ്രതകളായ സ്ത്രീകളും ഫിലിമുകളിലുണ്ട്. എന്നാൽ കയ്യിൽ വെള്ളലെണ്ണാവുന്ന സ്ത്രീകളുണ്ട്, കാശ് വാങ്ങിച്ചു പോകുന്നവരുണ്ട്. പക്ഷെ ഈ പെണ്ണുങ്ങളൊന്ന് വിചാരിക്കുക, ഇവിടെ എത്ര പേരോട് പോകുന്നുണ്ടോ, മദ്യം എടുക്കുന്നുണ്ടോ, സേഫ്റ്റി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഞാൻ പറയുന്നത്, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നമ്മുടെ ഭാര്യ തന്നെ, അവൾക്ക് ഒരു അസുഖം ഉണ്ടാകത്തില്ല. ഞാൻ പറയാം, ഒരു സ്ത്രീ അവളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും അവൾക്ക് ഒന്നിനും കുറവ് വെക്കാതിരുന്നാൽ മറ്റൊരു പുരുഷനെ ഒരു സ്ത്രീയും തേടി പോകത്തില്ല. അവളെ ഗൗനിക്കാതിരുന്നാൽ അവൾക്ക് വേണ്ട സെക്സ് അവൾക്ക് ആഗ്രഹം. എല്ലാവരും ഹ്യൂമൻ ബീങ്സാ. സെക്സ് എന്ന് വെച്ചാൽ ഭക്ഷണം പോലെ എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പൊ അത് കൊടുക്കാതിരുന്നാലാണ് അവർ മറ്റുള്ളവരിലോട്ട്. നമ്മുടെ ഭാര്യയെ നമ്മൾ സ്നേഹം കൊടുക്കണം, പ്രേമം കൊടുക്കണം. ഭാര്യ പിന്നെ ഭാര്യയും ഭർത്താവും തട്ടിമുട്ടിയും നിൽക്കിരിക്കും. പിന്നെ എന്താ പിണക്കം സൂര്യൻ അസ്തമിക്കുന്നോടം വരെ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അസ്തമിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾ കൂട്ടുകൂടണം. പിണക്കം ഭാര്യയും ഭർത്താവിനുള്ളിൽ പാടില്ല. എനിക്ക് ഇതൊക്കെയാ പറയാനുള്ളൂ. തീർച്ചയായും അടുത്തതിലേക്ക് പോവാം. റംസാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താണ് നോമ്പിന്റെ ഒരു എക്സ്പീരിയൻസ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നോയമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ മരണം വരെ അങ്ങ് നോയമ്പ് നിന്നാലോ എന്ത് സുഖമാ. ആദ്യത്തെ 2 ദിവസം നമുക്കൊരു ചകലം, ഒരു വിഷമം, അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനങ്ങ് അങ്ങ് പറന്ന് നടക്കുന്ന പോലെ അങ്ങ് തോന്നുന്നത്. പിന്നെ എന്തൊരു സമാധാനം. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ നോമ്പ് തുറ സമയത്ത് ഒരു ഈന്തപ്പഴവും വെള്ളം കുടിക്കുമ്പോ ഭയങ്കര അന്നേരം നമ്മള് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നു. പിന്നെ ഈന്തപ്പഴത്തിന് എന്ത് രുചിയല്ലേ, രുചി ഉണ്ടാകുന്ന ഒരു സമയം. അപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് നോയമ്പ്. ഭയങ്കര ഇഷ്ടം വെച്ചാൽ നല്ല സമാധാനം. ആരും എന്നെ വിളിക്കുന്നില്ല. എനിക്കിപ്പൊ മനസ്സിലായി, എല്ലാരും എന്നെ വിളിക്കുന്നത് ട്യൂൺ ചെയ്യാനാ വിളിക്കുന്നത്. അല്ലാതെ നമുക്ക് ഫോൺ വിളിക്കുന്നുണ്ട്, എന്നെ ഒത്തിരി പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സങ്കടമുണ്ട്. ഇവര്
പലരും എന്നെ ചതിക്കുന്നതാണ്. എന്റെ ഫോണിൽ എന്നോട് സംസാരിച്ചുകൊണ്ട് മിനു അതെങ്ങനെ ഇതിങ്ങനെ ഓരോ കാര്യങ്ങളാ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിലും അവര് മറുതലത്തിൽ അവർ മാസ്റ്റർബേഷൻ ചെയ്യുക. അങ്ങനൊക്കെ ഉണ്ടോ? ശരി, ഞാനൊരു കൊച്ചുകുട്ടിയല്ല, ഞാൻ 18 വയസ്സുള്ള പെൺകുട്ടിയല്ല. എനിക്ക് അവരുടെ ശ്വാസം കേൾക്കുമ്പോഴേ അറിയാം. മുട്ടത്ത് എത്ര ചെലവുണ്ട്. അതായത് അവരുടെ ആ ശ്വാസം ഇങ്ങനെ ആ ഒരു ശ്വാസം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവര് എന്നോട് സംസാരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യം. അപ്പൊ തന്നെ ഞാൻ പറയും, എന്താ മോനെ, എന്നടാ പറഞ്ഞേ, ഞാൻ ഫോൺ കട്ട് ചെയ്യും. എനിക്ക് മനസ്സിലാവും. അങ്ങനെ പലരും എന്നെ സംസാരിക്കും, മിനു ഞാൻ മിനുന്റെ ഈ സിനിമ കണ്ടിരുന്നു, ഓ മിനു ഇതൊക്കെയാണ് ഇതൊക്കെ പറയുന്നെങ്കിലും ഇവര് മറുതലക്കില് ഇവര് പാപം ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് നമുക്ക്. പിന്നെ ഞാൻ അവരുടെ ഫോൺ എടുക്കത്തില്ല, അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട്. അപ്പൊ ഒരാളെ ഞാൻ പിടിച്ചു, ഞാൻ പറഞ്ഞു എന്താ ചെയ്യുന്നത് ചോദിച്ചു. നിങ്ങൾ എന്താ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക ചോദിച്ചു. ഞാനൊന്ന് നടക്കും, നടന്നോടെ മിണ്ടിക്കൊണ്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ, ഫോൺ വെച്ചേരെന്ന് പറഞ്ഞപ്പോ പല പറയാം, മിനു സത്യമായിട്ടും മിനുവിനോട് അത്ര ആരാധന ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ സത്യം ഇങ്ങനത്തെയും പുരുഷന്മാരുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയത്തുള്ളൂ. സ്ത്രീകൾ ഇങ്ങനെ ഭയങ്കര വൈരാഗ്യമാണ്. പുരുഷന്മാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവർ കൊച്ചുകുട്ടികളെ പോലെ, ചെറിയ ആൺകുട്ടികളെ പോലെ നമ്മൾ കാണണം. അവരെന്തെങ്കിലുമൊക്കെ വേണം പെട്ടെന്ന് അവർ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. അവർക്ക് തെറ്റുകൾ പറ്റുമോ അതങ്ങ് ക്ഷമിക്കണം. നമ്മൾ ഈ സ്ത്രീകൾ വലിയ അമ്മമാരെ പോലെയാ. എന്നിട്ട് ഇവരെ അങ്ങ് ശിക്ഷിക്കുന്നത് എങ്ങനെയാ? ഇവർക്ക് സെക്സ് കൊടുക്കത്തില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ചെയ്യുന്നറിയോ? ഇവര് വാശിക്ക് എനിക്ക് സാധിച്ചു തരുന്നില്ല എന്നാ നിനക്കിട്ട് വെച്ചിട്ടുണ്ടേ. ഇതാണ് പുരുഷന്മാരെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉടനെ ഇവര് എത്ര കാശ് കൊടുത്തും മറ്റൊരു സ്ത്രീ എടുത്ത് പോകും, ഇവര് പോകും. അപ്പൊ ഇവരെ തള്ളിവിടുന്നത് ഇവരുടെ ഭാര്യമാര് തന്നെയാണ്. ഈ പിണക്കം ഒരു തെറ്റ് ചെയ്തെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. തെറ്റ് ചെയ്തവരാരുമില്ല ലോകത്തിൽ, എല്ലാരും തെറ്റ് ചെയ്യും. നമ്മൾ സ്വയം ഒന്ന് ഓർത്ത് നോക്കുക, നമ്മൾ മനസ്സും കൊണ്ടോ കണ്ണുകൊണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കുക. എന്നിട്ട് നമ്മൾ പുരുഷന് ആവശ്യമുള്ളത് നമ്മൾ വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇപ്പൊ ഹേമ കമ്മിറ്റിക്ക് കേട്ടതുപോലെ അവരും നാറുവോ? കേൾക്കേണ്ടി വരും. അങ്ങനെ കേൾക്കാണ്ടിരിക്കണമെങ്കിൽ ഭർത്താവിന് ആവശ്യമുള്ളത് സ്നേഹവും പ്രേമവും സെക്സും നിങ്ങൾ തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ നാളെ ഹേമ കമ്മിറ്റിയിലും ഇല്ലെങ്കിൽ പല ഇതിലും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ പേരും മുൻപ് കേൾക്കേണ്ടി വരും. എനിക്കിതാണ് എന്റെ സഹോദരിമാരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പ്രേമിക്കുക, സ്നേഹിക്കുക. അവർ ഒത്തിരി ടെൻഷനൊക്കെ നിറഞ്ഞ ജീവിതത്തിലുള്ളവരായിരിക്കും. ബിസിനസിന്റെ ടെൻഷൻ, നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സിനിമയും സീരിയലൊക്കെ കണ്ട് വെറുതെ ഇരിക്കുന്നവരാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ അവരെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് കയറി സല്ലപിക്കാൻ നോക്കുക. ഒന്ന് ഒരു ചെറിയ നണ്ണമാകുന്നു പാട്ടൊക്കെ പാടാണ് ചുമ്മാ അല്ലേ, ചുമ്മാ അവരെ തോണ്ടുകയോ പിടിക്കുകയോ ഒരു കിക്കിലേക്ക് ആകാം. അതാണ് ജീവിതം. അപ്പൊ അവരുടെ ടെൻഷനൊക്കെ മാറി, അപ്പൊ അവരിൽ നിങ്ങളിലോട്ട് പ്രണയം ഉണ്ടാകും. അങ്ങനെ കുറച്ച് എന്താണ് നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ കുറച്ച് ഗ്ലാമർ ആകണം. ഓക്കെ, അപ്പൊ നമ്മൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞു വന്നത്, നോമ്പിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നോയമ്പ് എന്ന് വെച്ചാൽ അതായത് നോമ്പിന്റെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന കുറെ അത്ഭുതങ്ങൾ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്റെ നോയമ്പിൽ എനിക്ക് എന്റെ സ്ഥലം 97 വാങ്ങിച്ചിട്ട് സ്ഥലം വിറ്റ് ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു. അത് വലിയ അത്ഭുതമല്ലേ? അത് നോയമ്പിൽ നടന്നതാണ്. കുറെ വർഷങ്ങൾ ഞാൻ മുന്നേറും ഒരുമിച്ച് വിൽക്കാൻ നടന്നിട്ട് കുറെ പേര് നോയമ്പെടുത്ത്. അതായത് നമ്മൾ ഉപവാസിച്ച് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കും. ഉപവാസം എന്ന് വെച്ചാൽ പറയാറുണ്ട്, അതായത് മറ്റുള്ള ആരാധനകളൊക്കെ ദൈവത്തിനാണെങ്കിൽ പോലും ആളുകൾ കാണുന്നുണ്ട്. നോമ്പെന്ന് പറയുന്നത് നമ്മളും ദൈവം മാത്രമുള്ള ഒരു കോണ്ടാക്ട്. നമുക്ക് ഒളിച്ചു വെള്ളം കുടിക്കാം അല്ലെ? അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നില്ല. അപ്പം വളരെ രഹസ്യമായിട്ട് നമ്മൾ ദൈവമായിട്ടുള്ള ഒരു കോണ്ടാക്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം തരുമെന്നാണല്ലേ? ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് വിധിക്കപ്പെട്ടതാണെങ്കിൽ നമുക്ക് അത് നടത്തി തരും. നമ്മളിപ്പോ ഒരു പാമ്പിനെ പാമ്പിന് നല്ല തിളക്കമാ, നമുക്കറിയത്തില്ല വിഷമുള്ള പാമ്പാന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അതിന്റെ തിളക്കം കണ്ട് എനിക്ക് പാമ്പിനെ വേണമെങ്കിൽ ദൈവം തരില്ല. കാരണം ദൈവത്തിന് അറിയാതെ വിഷമാ, കടിക്കും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹമുള്ളത് മാത്രം, നമ്മൾക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് സാധിച്ചു തരത്തുള്ളൂ. പിൽക്കാലത്ത് നമുക്കത് വിഷമാണ്, ഇവനിട്ടിട്ട് പോകും, നമുക്ക് തരത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്താണെങ്കിലും നിന്റെ ഇഷ്ടം പോലെ എന്ത് നടന്നാലും അത് നന്മയ്ക്കാം. ഇപ്പൊ ഹേമ കമ്മിറ്റി നന്മയ്ക്കാം. ഇപ്പൊ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു, അതും എന്റെ നന്മയ്ക്കാം. നാളെ അതെനിക്ക് അനുഗ്രഹമായി മാറുകയുള്ളൂ. ആ പോക്സോടെ എനിക്കതിനെ പറ്റി ഒരു വിഷമവും ഇല്ല.
ഓക്കെ. ഈ ക്രിസ്ത്യൻ മതത്തിലൊരു നോമ്പുണ്ടല്ലോ, ക്രൈസ്തവ നോമ്പുണ്ട്, മുസ്ലിങ്ങളെ നോമ്പുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ആചരിച്ചിട്ടുള്ള ഒരാളാണ്. ക്രിസ്ത്യൻ നോയമ്പെന്ന് വെച്ചാല് ഇറച്ചി മീനും മാത്രം കഴിക്കരുത്. ബാക്കി ചോറ് എന്ത് വേണമെങ്കിലും കഴിക്കാം, എപ്പോ വേണമെങ്കിലും കഴിക്കാം. അതെങ്ങനെ നോയമ്പാവുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ അത് ഒഴിവാക്കാം, അങ്ങനെയൊക്കെ. അതൊരിക്കലും നോയമ്പില്ല. നമ്മള് ഉപവസിക്കുമ്പോൾ വെള്ളം പോലും കുടിക്കാതെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉപവസിക്കുന്നത്. ഈ പറഞ്ഞ ജീസസും മോശയൊക്കെ എങ്ങനെയാ ഉപവസിച്ചത്? അവര് ഇറച്ചി മീനും ഒഴിവാക്കിയല്ല, ഫുൾ നോയമ്പ്. അതുപോലെ എനിക്ക് ഭയങ്കര സങ്കടം. ഏറ്റവും കൂടുതൽ പന്നിയിറച്ചി കഴിക്കുന്ന ക്രിസ്ത്യൻസ്. സത്യമാണ്. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻസ് ആണ് പന്നിയിറച്ചി കഴിച്ച് ഒരുപാട് പേർക്ക് രോഗങ്ങൾ വന്നു, ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട്. അതെ. ഇപ്പൊ ഞാനിപ്പോ തുറന്നു പറയാം, ഞാന് ഇസ്ലാമായി നോയമ്പെടുക്കുവാണ്. അപ്പൊ എന്നെ തറവാട്ടിൽ അമ്മയുടെ കൂടെ മൂലമറ്റത്താ. ഷോ ഈ അമ്മയാണെങ്കിൽ മനഃപൂർവ്വം പന്നിയിറച്ചി വാങ്ങിച്ചു കളഞ്ഞു. തോപ്പിക്കാനാണ് ദേഷ്യത്തിന്. അന്ന് ഞാൻ നോയമ്പെടുക്കുവാണ്, അമ്മ പന്നിയിറച്ചിയൊക്കെ വാങ്ങിച്ച് വഴറ്റി നല്ല സ്മെല്ലൊക്കെ ഇതാക്കി. അങ്ങനെ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ എന്താ നടത്തില്ല, എന്റെ വീട്ടിൽ ഞാൻ മാത്രം പന്നിയിറച്ചി കഴിക്കത്തില്ല. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ദൈവം ഒരാളെ ഇങ്ങനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിങ്ങനെ പണ്ട് മുതലേ അമ്മയുടെ ഗർഭപാത്രത്തിൽ കൊണ്ടുവരും. ഗർഭപാത്രത്തിലെ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് സുഹൃത്തുക്കൾ അങ്ങനെ അവരുടെ അനുഭവം ഇത് തന്നെയാണ്. അവര് ജീവിക്കുന്നത് തന്നെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇപ്പൊ മീനു തന്നെ കൊച്ചിലെ പോലെ ചിന്തിച്ചു തുടങ്ങി എന്താണ്, ദൈവത്തെ കണ്ടെത്തണമെന്നാണ്. അപ്പം അല്ല, ഒരു ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ യേശുവിനെ ആരാധിച്ച് ജീവിച്ചു പോകും. പക്ഷെ ബീനു അങ്ങനെ ചിന്തിച്ചില്ല, എനിക്ക് ദൈവത്തിനെ കണ്ടെത്തണം എന്നൊരു ട്രാക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ ട്രാക്കിലേക്ക് വരുമ്പോഴാണ് പന്നിയിറച്ചി പോലും വേണ്ടാന്ന് നിശ്ചയം തന്നെയാണല്ലേ അത്? ദൈവത്തിന്റെ നിശ്ചയം തന്നെയല്ലേ അത്? അതെ. അപ്പൊ അമ്മ പറഞ്ഞ കഴിക്കുക, നല്ല ഇറച്ചിയാണ്. അപ്പൊ ഞാൻ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ പന്നിയിറച്ചിയോടെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, വീട്ടിലൊക്കെ എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കും. എന്റെ പപ്പ അമ്മയൊക്കെ വൈനൊക്കെ വീട്ടിലുണ്ടാക്കും. അപ്പോൾ ഈ പീരീഡ് ആയപ്പോ എനിക്ക് ഭയങ്കര വയറ്റ് വേദനയായിരുന്നു. അപ്പോഴത്തേക്കും പപ്പയുടെ മരുന്ന്, പപ്പയ്ക്ക് ഞാൻ കരയുന്നൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. പപ്പ ഉടനെ വെച്ചോണ്ടി ഞാൻ ഒറ്റമതി മരുന്ന് തരാന്ന് വെച്ചാൽ എന്തോ ഒരു ഡ്രിങ്ക്സിനകത്ത് കുരുമുളകും എന്തൊക്കെയോ ചതച്ചിട്ടിട്ട് ഒറ്റ വലി കുടിക്കാൻ പറഞ്ഞു. ഞാൻ ഒറ്റ വലി കുടിച്ചു. എന്താ അത് മദ്യമായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഗൾഫിലുണ്ടായിരുന്ന ആളാ. കുര്യൻ എന്ന് പറഞ്ഞ ആള് ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് അടിക്കുന്ന ആളാണ്. ഫ്ലാറ്റിൽ ഒരു ഷോക്കേസ് വരെ ഉണ്ടായിരുന്നു മദ്യത്തിന്റെ. അദ്ദേഹം ഡ്രിങ്ക്സ് ഒഴിക്കുക പറഞ്ഞിട്ട് എനിക്ക് ഡ്രിങ്ക്സ് ഒഴിച്ചു തരികയും പിന്നെ അതിനകത്ത് ജ്യൂസ് ഒഴിച്ചു തരികയും അമ്മ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു. വേണ്ട, കമ്പനി താടി കഴിക്കടി ഒത്തിരി പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സിബ് ഇങ്ങനെ സ്മെല്ല് പോലും ഇന്നും അള്ളാഹുവാണ് പ്രോമിസ്, എനിക്ക് അതിന്റെ സ്മെല്ല് പോലും എനിക്ക് പിടിക്കത്തില്ല, അതിന്റെ ചൊവ്വ ഇഷ്ടമില്ല. ഈ നിമിഷം വരെ എനിക്ക് അതിനോടും താല്പര്യമില്ല, പന്നിയിറച്ചിയോടും താല്പര്യമില്ല. അതെന്താ? അപ്പൊ അമ്മയൊക്കെ വിചാരിക്കും ഇത് എങ്ങനെ സംഭവിച്ചത്, ഇവളെങ്ങനെ നമ്മുടെ കുടുംബത്തിലുണ്ടായി. സത്യമായിട്ട് ഞാൻ എന്റെ കുടുംബത്തിൽ വളരെ വ്യത്യസ്തമായിട്ടൊരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിലേക്ക് നിൽക്കുന്നു, വളരെ ഇതായിട്ട് നിൽക്കുന്നു. ഇന്നും പതറാതെ നിൽക്കുന്നു, പതറാതെ തളരാതെ. ഇതുണ്ട്. ഇപ്പൊ യേശുവിന്റെ ചിത്രമൊക്കെ ഞാൻ വെച്ചതല്ല, അമ്മ കൊണ്ടുവന്ന് വെച്ചതാ. ഞാൻ പറഞ്ഞു അമ്മ വെച്ചു. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, എന്റെ മനസ്സിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? എന്റെ ഹൃദയം അവർക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്റെ സ്വർഗസ്വനായ പിതാവ്, അതാണല്ലോ സ്വർഗസ്വനായ പിതാവ്, സ്വാമി, ഓം, ബ്രഹ്മ, ശിവൻ എല്ലാം സൃഷ്ടിച്ച ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അല്ലാതെ ബഹുദൈവത്തെ ഞാൻ ആരാധിക്കത്തില്ല, ഒരു പ്രതിമയെ ഞാൻ ആരാധിക്കത്തില്ല. ഈ പ്രതിമ ഒന്ന് താഴെ വീണാൽ ഈ പ്രതിമ തനിയെ എണീറ്റിരിക്കുവോ? മനുഷ്യൻ തന്നെ കുളിപ്പിക്കണം പ്രതിമേനെ, മനുഷ്യൻ തന്നെ തുണി കുടിപ്പിക്കണം പ്രതിമേനെ, അല്ലേ? അപ്പൊ അതൊന്നും അല്ല. ഞാൻ പറയട്ടെ, ആ ഉണ്ടാക്കിയ സ്റ്റാച്ചു ഒരു മാനുഫാക്ചർ ഉണ്ടോ? ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അയാളെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പൊ അയാൾ ദൈവമാണോ? അതാണ്. സൂര്യനെ ഉണ്ടാക്കിയ ആളെ ഉണ്ട്, മാനുഫാക്ചർ ഉണ്ട്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. സൂര്യനെ ഉണ്ടാക്കിയത് ആ സംവിധായകനാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ കണ്ണുകൾ കൊണ്ട്. അതാണ് ദൈവം. കടല് സൃഷ്ടിച്ചത് ആരാണ്? പർവ്വതം, നമ്മുടെ ചുറ്റിനും ഹിമാലയ മലയാണ്, വലിയ മലയല്ലേ? ഈ മല എന്താ വീഴാത്തത്? പിടിച്ചു നിർത്തിയേക്കുന്ന ആരാണ്? അതാണ് ദൈവം. മല വീണ നമ്മളെല്ലാം മരിച്ചു പോകത്തില്ലേ? അത് മാത്രമല്ല, സൂര്യൻ 1 ഇഞ്ച് മേപ്പോട്ടോ പോയുള്ള അവസ്ഥ ദൈവം നിശ്ചയിച്ച വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഖുർആൻ പറയുന്നുണ്ട്, അല്ലെ? അതിനൊക്കെ ഒരു ക്രിയേറ്റർ ഉണ്ട്. ഇതെല്ലാം അതെല്ലാം ഉപരി പോട്ടെ, നമ്മുടെ അകത്തൊരു ഓക്സിജൻ ഉണ്ട്, വിലയൊന്നും കൊടുക്കണ്ട. ഇതാരാ തരുന്നത്?
അല്ല വില കൊടുക്കേണ്ട അവസ്ഥയുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഒരു മണിക്കൂറിന് 350 രൂപ വെച്ച് കൊടുക്കണം. നമ്മളൊക്കെ എത്ര രൂപ കെട്ടേണ്ട ആളുകളാണ്. ഫ്രീ ആയിട്ട് അല്ലാതെ നമുക്ക് തരുന്നു, ഓക്സിജൻ തരുന്നു. ഒരു മണിക്കൂറിന് 350 രൂപ വെച്ച് കൂട്ടി നോക്കും. നല്ല സുഖമായിട്ട് വെള്ളം, എന്തൊക്കെ അനുഗ്രഹങ്ങൾ അതൊന്നും തിരിച്ചറിയാതെ ഇങ്ങനെ നടക്കുകയാണ്. എനിക്കിപ്പോ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഈ ജീവിതം ഒരു ട്രയൽ മാത്രമാണ്, ഒരു ട്രയൽ പരീക്ഷണമാണ്. അപ്പൊ ഇതൊരു കളിയാണ്, ഒരു വിനോദമാണ്. ഇതിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലർ ഔട്ടാവുന്നു. ഈ പരീക്ഷണത്തിൽ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഈ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കുക. നമുക്കൊരു എന്ത് വന്നാലും നമ്മളുടെ കൽപ്പനകൾ, അതായത് ഇസ്ലാമിൽ കൽപ്പനകളുണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ കൽപ്പനയുണ്ട്, ഹിന്ദുസിന്, എല്ലാവർക്കും ആ കൽപ്പനകൾ മാത്രം പാലിച്ച് മുൻപോട്ട് പോവുക. മുഹമ്മദ് നബി പഠിപ്പിച്ചാക്കുന്ന ഒറ്റ ഭാര്യനെ കല്യാണം കഴിക്കാനാണ്, ഒരു ഭാര്യനെ. അപ്പൊ നമുക്കത് മതിയല്ലോ. നമുക്ക് ആഗ്രഹിക്കുന്ന മുഴുവൻ നമ്മുടെ ഭാര്യയിൽ നിന്ന് കിട്ടുന്നു. ആ ഭാര്യയിൽ തന്നെ ഒതുങ്ങുക, എന്താണ് മറ്റുള്ളവരെ എഴുതുന്നത്. അപ്പൊ ഈ ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം ഉണ്ട്. അതാണ് ചിന്തിക്കേണ്ടത്. അതിന്റെ ഉദാഹരണം നമ്മള് അമ്മയുടെ വാപ്പ വയറ്റിൽ കിടക്കുക. ആ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ നമുക്ക് കണ്ണുണ്ട് അന്നേരം, അല്ലെ? ഈ കണ്ണുകൊണ്ട് നമ്മൾ പുതിയൊരു ലോകം കാണാൻ പോകുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അറിയുന്നില്ലല്ലോ. നമ്മളൊരു പുതിയ ലോകത്തോട്ട് വരും. നമ്മൾ അന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു പാത്രത്താണ്ടാണ് ഒതുങ്ങി ഇങ്ങനെ കിടക്കുന്നത്, ഒതുങ്ങി. നമ്മള് വളരെ ഓടും ചാടും, അങ്ങനെ ഒരു ലോകത്തോട്ട് നമ്മൾ വരും എന്ന് ആ ശിശു അറിയുന്നുണ്ടോ? അറിയുന്നില്ല. അതുപോലെയാണ് നമ്മളുടെ മരണശേഷം നമുക്കൊരു വലിയ ലോകമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഇതിന്റെ എല്ലാം പ്രതിഫലം, റിവാർഡ് കിട്ടുന്നത് അവിടെ കിട്ടും. അതാണ്. അതിനൊരു എക്സാമ്പിൾ പറയാനുണ്ട്. അതായത് ചില നിരീശ്വരവാദികൾ പറയാറുണ്ട് പരലോകം എന്നൊരു സംഭവമില്ല, വിചാരണയില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് അവരോട്. അതായത് ഇപ്പൊ നമ്മള് ഒരു തെറ്റ് ചെയ്തു, എക്സ് എന്ന് പറയുന്ന ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അയാൾ ഒരു കോടീശ്വരനാണ്, അയാൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു 15 വയസ്സുള്ള കുട്ടിയെ പേടിപ്പിച്ചു, കൊന്നു, 100 പേരെ കൊന്നു വിചാരിച്ചു. അയാൾക്ക് പണം ഉള്ളതുകൊണ്ട് മറ്റുള്ള ആളുകളെ അത് കെട്ടിവെച്ചിട്ട് അയാൾ രക്ഷപ്പെട്ടു, സുഖിച്ച് ജീവിക്കുന്നു. സുഖിച്ച് ജീവിക്കുന്ന സമയത്ത് അയാൾ മരിക്കുന്നു. അയാളെ ലോകത്ത് ആരാ ശിക്ഷിച്ചിട്ടുള്ളത്? അയാൾക്കുള്ള ശിക്ഷ ഈ ലോകത്ത് എന്താണ്? ആരെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ? അയാളെ പറ്റില്ല. അയാളെ ശിക്ഷിക്കണ്ടേ? ദൈവം ശിക്ഷ മറ്റൊരു ലോകം വേണ്ടേ? വേണം. അതെ, അല്ലെ? ആ ലോകത്താണ് അവിടെ ശിക്ഷ കിട്ടും. ഇല്ല പിന്നെ ന്യായമില്ലല്ലോ. ന്യായമില്ല. കാരണം ഇവിടെ ഇന്ന് കയ്യിൽ കൊള്ളാൻ കാര്യം എന്ന് പറഞ്ഞാൽ പണമുള്ളവർക്കാണ് ഇന്ന് നീതി വരെ അവരുടെ മുമ്പില് തലകുനിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഈക്വല്ല. ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് പെട്ടെന്ന് നിന്നേ പറ്റുള്ളൂ. പക്ഷെ ലോകം വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കുമല്ലോ. ഇപ്പൊ മിനു പോയി നിൽക്കുമ്പോഴത്തേക്ക് മിനുന്റെ പുറകെ വലിയൊരു സ്ക്രീൻ അങ്ങോട്ട് വരും. ചെറുപ്പത്തിലേ മുതലുള്ള അങ്ങോട്ട് അങ്ങ് കാണിക്കും. അത് മാത്രമാണോ? നമ്മുടെ ഓരോ വിരലുകളും സംസാരിക്കും, നമ്മുടെ കണ്ണുകൾ സംസാരിക്കും, നമ്മുടെ നാക്ക് സംസാരിക്കും, നമ്മുടെ അവയവങ്ങളെല്ലാം സംസാരിക്കും. ഞാനേ ഈ വലത്തേക്ക് ഞാൻ ഒരു തൊഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളും സംസാരിക്കും, എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. നന്മ ചെയ്തതും സംസാരിക്കും. ഞാൻ ഈ കൈ കൊണ്ട് ഒരു ഇടി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഈ കൈ കൊണ്ട് അവന്റെ അപഹരിച്ചിട്ടുണ്ട്, ഒക്കെ സംസാരിക്കും. അതാണ് വിചാരണ. തീർച്ചയായും. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെ. പിന്നെ എനിക്ക് ഇസ്ലാമിന്റെ ഒരുപാട് അന്ധവിശ്വാസം, അതായത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് ഒരു മതഭ്രാന്ത്. കേരളത്തിൽ മാത്രം. ഞാനിപ്പോ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, കുവൈറ്റിൽ പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയപ്പോഴും അവിടെ ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല. ഓസ്ട്രേലിയ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടു മുന്നിൽ പറഞ്ഞു, മീനു വെറുതെ ഇടരുത്, എന്നിട്ടൊന്ന് ഷാൾ ഇടരുത് തലയില്. ആൾക്കാർ വന്ന് ഷാൾ വലിച്ചു പറിക്കുന്നു. പിന്നെ ഞാൻ അവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ പിന്നെ ഷാളില്ലാണ്ട് ആശ്രയ കൂടെ ഒക്കെ നടന്നത്. ഇന്നലെ ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്കാരൻ ഇവിടെ കുഴപ്പമില്ല ഇട്ടോളാന്നൊക്കെ. എനിക്ക് ഇഷ്ടമാണ്, എനിക്കറിയില്ല, അതൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ ഈ ഇസ്ലാം ഉത്ഭവിച്ചത് കേരളത്തിലല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉത്ഭവിച്ചത് അറേബ്യൻ രാജ്യത്താണ്. അപ്പൊ അവര് അറിവില്ലായ്മ കൊണ്ടൊക്കെ പലതൊക്കെ ചേർത്തങ്ങൾ ഇങ്ങനെ കൊണ്ടായെങ്കിലും ഇന്ന് അവർ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവരെല്ലാം സൗദിയിൽ പർദ്ദയെല്ലാം മാറ്റി. ഇന്ന് സ്ത്രീകൾക്ക് എന്ത് വേഷം വേണമെങ്കിലും ധരിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തില് ഭയങ്കര ഇതായി. അതായത് വേറെ കാര്യം പറയട്ടെ, സൗദിയിൽ കല്ലെറിയാൻ പോകുന്നു നമ്മളുടെ ആൾക്കാർ, പിശാചിനെ കല്ലെറിയുക. അതെന്ത് റെഡിക്കുലസ് ആണ്. ഇത് കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവരെല്ലാം നമ്മളെ നോക്കി ചിരിക്കും. ഈ എയർ കൊള്ളാൻ നിൽക്കുവാണോ പിശാച്? അവിടെ 3 പില്ലറുണ്ട്. ഞാൻ പിശാച് എല്ലാവരും എറിഞ്ഞു. അപ്പൊ അതൊരു തെറ്റായ ഒരു ഇതാണ്. അത് നമ്മൾ അവിടെ കല്ലെറിയാൻ പോകുന്നു. അതുപോലെ തന്നെ ഹജ്ജിന് പോവുക.
ദൈവം പറഞ്ഞറിയാം, മക്ക ആദ്യത്തെ ഭവനമാണ്, ആദ്യത്തെ ആരാധനാലയമാണ് കബ്ബ. ഈ കബ്ബയിൽ നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് സന്ദർശിക്കുക, കാശുണ്ടെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ സന്ദർശിച്ചോളൂ. അവിടെ വരുന്നത് നല്ലതാണ്. പിന്നെ ലോകത്തിലുള്ള എല്ലാവരും, പല ആൾക്കാർ, പല കൺട്രിയിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, എല്ലാവരും മക്കയിൽ വന്ന് ഒരുമിച്ചുള്ള നിസ്കാരം, അതാണ് അവിടുത്തെ ഒന്നുമില്ലാതെ. അതാണ് എന്റെ ഒരു അനുഭവം. എന്റെ ഇപ്പുറത്ത് ആരാന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങളെ നിസ്കരിച്ചു. ഞാനങ്ങ് അന്താളിച്ച് നിന്നുപോയി ഇങ്ങനെ. അയ്യോ, എനിക്ക് കരയണോ വേണ്ടയോ, ഭയങ്കര ഒരു ഫീലിംഗ്, സ്തംഭതയായിപ്പോയി. അയ്യോ, ഞാനിവിടെ എത്തപ്പെട്ടോ, ഞാനിവിടെ വന്നുപെട്ടോ. കാരണം ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാൻ കഴിയുകയെന്ന് വെച്ചാൽ അവിടെ വലയം വെക്കുക. അബ്രഹാം, നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാം, നമ്മുടെ ചേട്ടനാനിയന്മാരുടെ മക്കളാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും. അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ പ്രദക്ഷിണം വെക്കുക, അതേ പറഞ്ഞിട്ടുള്ളൂ ദൈവം. അവിടെ നിന്ന് പ്രദക്ഷിണം വെച്ച് അവിടെ നിസ്കരിച്ചു പോവുക. പിന്നെ ലോകത്തിലുള്ള ജനങ്ങളോടൊപ്പമാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതാണ് എനിക്ക് സന്തോഷം. എന്നിട്ട് അവിടെ എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്സലാമു അലൈക്കും, പല പല ആൾക്കാരെ കാണുക ഒരേ ഇതിൽ, അവിടെ ഒരു തിരിച്ചു വിശ്വാസം ഒന്നും ഇല്ലാതെ. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം പോയി. ആദ്യം 2019 പോയി, പിന്നെ മോനുമായിട്ടൊന്ന് പോയി. വളരെ പക്ഷെ ഞാൻ എനിക്ക് എല്ലാ വർഷവും പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പലരും ആഗ്രഹിക്കുന്നുണ്ട്, ഒരിക്കൽ പോലും പോകാൻ പറ്റാത്ത ആളുകൾ. അയ്യോ സത്യം, അതാണ്. എനിക്ക് പിന്നെ ഒന്നും വേണ്ട, അവിടെ ഒന്ന് പ്രദക്ഷിണം വെച്ചാൽ മതി, ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ഒന്ന് പോന്നാ മതി. അതായത് അവിടെ അതെന്താന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്ക് ഇനിയും പോണം ആ ഒരാഗ്രഹം തീർച്ചയായിട്ടും. വളരെ നന്ദി. പിന്നെ നമുക്ക് ഇസ്ലാമിലുള്ള വേറെ 7:30 പറഞ്ഞു. ഡ്രസ് നന്നായിട്ട്. പിന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യം, സെബാസ്റ്റ്യൻ, അതെ സെബാസ്റ്റ്യൻ, അത് യേശുവിന്റെ കാര്യത്തിലാണ്. യേശു ദൈവമാണെന്ന് പറയുന്നത്, അതൊന്നും ചേച്ചി യേശു ദൈവമാണ്. ഞാൻ മിനു സെബാസ്റ്റ്യനുമായിട്ട് ഇത് കണ്ടു. ഞാൻ ഇടയ്ക്കൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുമായിട്ട് മിനു സംസാരിക്കുന്നത്. അവരൊരു തർക്കം വന്നായിരുന്നു, യേശു ദൈവമാണോ അല്ലയോ എന്നുള്ളതാണ് തർക്കം. അതായത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, യേശു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു വാക്യം കാണാനില്ല. അതായത് തർക്ക വിഷയം. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത്? മീനുവിന്റെ വിശ്വാസം, മീനു ബൈബിളും ഖുർആനും പഠിച്ച ഒരാളാണ്. എന്താണ് മീനു പഠിച്ചപ്പോൾ മീനുവിന് കിട്ടുന്ന അനുഭവം എന്താണ്? യേശു തന്നെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. യേശു എപ്പോഴും പറയുന്നുണ്ട് ഞാൻ അയക്കപ്പെട്ടവനാണ്. പിതാവ് എന്നില്, എന്റെ നാക്കിൽ എന്ത് വചനമാണ് തരുന്നത്, പിതാവ് അരുളി ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കും. പിതാവ് ഈ അത്ഭുതം ചെയ്യാൻ എന്നോട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കും, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അതാണല്ലോ പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന, ക്രിസ്ത്യൻസിന്റെ യഥാർത്ഥ ആ ദൈവത്തോട്. അപ്പൊ യേശു എങ്ങനെയാണ് ദൈവം? യേശു ദൈവമാണെങ്കിൽ യേശു എന്തോരം കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം മറ്റൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഇല്ല. അപ്പൊ യേശു തന്നെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ കൊന്ത എന്ന് പറയുന്നതൊന്നും പിന്നെ ബൈബിളിലേ ഇല്ല. ഇതെല്ലാം സഭ ഉണ്ടാക്കിയതെടുത്താണ്. നമ്മൾ ബൈബിളിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശു പ്രവാചകൻ മാത്രമായിരുന്നു. യേശു ദൈവമാണ്. എലോഹിം ദൈവമാണ്. യേശു ദൈവമാണ്. ഇത് തന്നെയാണ് അടിസ്ഥാനം വേണ്ടേ? ഒന്നുകിലും ബൈബിൾ ആണല്ലോ ക്രിസ്ത്യാനികളുടെ ആധികാരികത ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. അതിലൊരു വാക്ക് വേണം. അതിലൊരു വാക്ക് വേണമോ വേണ്ടയോ? വേണം. യേശു പറയണം ഞാൻ ദൈവമാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു വാക്കേ യേശു ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിനോട് പിതാവിനോട് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? യോഹന്നാന്റെ പറഞ്ഞ അത് ഇവർ കൂട്ടിച്ചേർത്തേക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം യേശു പറഞ്ഞല്ല, ഇവര് അത് കൂട്ടിച്ചേർത്തേക്കുന്നത്. എന്താ ജീവനും, അപ്പോ ഞാനത് മറന്നുപോയി. അതേ പിടിച്ചാണ് ഈ സെബാസ്റ്റ്യൻ ഇതെന്ന് പറഞ്ഞത്. അതായത് ബൈബിളിലുള്ള അല്ല, മറ്റുള്ള എഴുതി ചേർത്ത ഉടനെ പൊക്കി പിടിച്ചോണ്ട് പറഞ്ഞതല്ല. ഇല്ല. അതുപോലെ തന്നെ കനായിലെ വെള്ളം വീഞ്ഞാക്കി അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്. അത് മാത്രമല്ല, ഞാൻ 1-2 കാര്യങ്ങൾ പഠിച്ചത്, ഈ ക്രിസ്ത്യൻ ചർച്ചുകളിൽ വിഗ്രഹങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രതിമകളെ വെക്കാൻ പാടില്ല. പക്ഷെ യേശു എന്ന് പറഞ്ഞിട്ട് പ്രതിമകളെ വെച്ച് ആരാധിക്കുന്നുണ്ട്. എല്ലാ വർഷവും യേശുവിനെ ഞങ്ങൾ കുറിച്ചിറക്കുക.
കുരിശ് തറച്ച് കുരിശ് അവരെല്ലാം ഒരു തവണ തറച്ചുള്ളൂ. ഇത് എല്ലാവരും ഇത് തറച്ചോണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻസ് എന്നോ ഇപ്പൊ എല്ലാ വർഷം, ഞാൻ ക്രിസ്ത്യൻസ് കൂടുതലാണെങ്കിലും എല്ലാ വർഷം യേശുവിനെ കുറിച്ച് തറയ്ക്കുന്നു. എന്നിട്ട് മുത്തുക ആ ബിംബത്തെ, ആ സ്റ്റാച്ചുവിനെ പോയി എല്ലാരും പോയി മുത്തുകയാണ്. എന്നാ ബൈബിൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാച്ചു ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേക്കുന്നു. അത് പിന്നെ ആവർത്തന പുസ്തകത്തില് ഡ്യൂട്രോണമിയിലാണ്, നിയമാവർത്തനത്തില് പറയുന്നുണ്ട്, എന്റെ ഒരു പ്രജ ഭൂമിക്കടിയിലുള്ളതോ ഒരു പ്രതിമേനെയും ഉണ്ടാക്കാൻ പാടില്ല എന്ന് നിയമാവർത്തനത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇപ്പൊ ഈ പ്രതിമകളൊക്കെ പള്ളികളിൽ വെക്കുന്നത്? അതുപോലെ തന്നെ എന്തോരം ഭയങ്കര പിരിവാണ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി ചില ആളുകളുടെ ബിസിനസ് കൂടി ആയിരിക്കും. ജനങ്ങളെ വല്ലാതെ കൊള്ളയടിക്കുകയാണ് പൗരോഹിത്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവരെ ജീവിക്കാൻ കഷ്ടപ്പെടുക. മാസം അവർക്ക് അവരാൽ കഴിയുന്നത് എന്തെങ്കിലും അവരാൽ കഴിയുന്നത് കൊടുക്കട്ടെ. പക്ഷെ അവരായിട്ട് അതിന് പൈസ ഇതിന് പൈസ അതിന് പൈസ ഇങ്ങനെ ഉണ്ട്, ഒരുപാട് കാശ്, അങ്ങനെയൊക്കെ അതല്ല വേണ്ടത്. നമ്മൾ എല്ലാവരും, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ എല്ലാവരും ഒറ്റ സമൂഹമായി മാറണം. ഖുറാനിൽ പറയുന്നത് നിങ്ങൾ എല്ലാം ഒരു കയറിൽ പിടിക്കാനാണ്, ഒരു കയറെ പിടിക്കുക എല്ലാവരും. അതുപോലെ നമ്മൾ അങ്ങനെ ഇല്ല, ആദമിന്റെ മക്കളെ മനുഷ്യരെ വിളിക്കുന്ന ആദമിന്റെ മക്കളെ നിങ്ങൾ നല്ല ഡ്രസ്സ് ധരിക്കാനാണ് പറയുന്നത്. പിന്നെ ഇവന്താണ് ഈ കറുത്ത വേഷം ഈ മക്കളെയൊക്കെ ഇന്ന് ഞാൻ പറയട്ടെ, പലരും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരൊക്കെ പരതയിട്ടാണ് പാപം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫിലിം സ്റ്റാർസ്, നടികള്, അവരും ഈ ഭരതയിട്ടാണ് അവർ പല പാപം ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്കറിയാം, ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. ഇവര് പരതയിട്ടാണ് വരുന്നത്, പല ഗൾഫ് സ്ഥലങ്ങളിലും ഇവർ ചെല്ലുന്നത് പരതയിട്ടാണ് ചെല്ലുന്നത്. അപ്പം അത് മാറ്റുക. അത് ഈ പർദ്ദ എന്നുള്ള സംഭവം വേണ്ടിട്ട് നിങ്ങൾ നല്ല കളർ ഡ്രസ് ഇട്ട് നല്ല ഇറക്കമുള്ള നല്ല ഡ്രസ്സുകൾ ഇടുക. സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ ഇത്ര അടിമത്തമായിട്ട് അവരെ വിഷമിപ്പിക്കാതെ അവരേക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അവരെ വിശ്വസിക്കുക. അവരെ എന്നെ അല്ലാണ്ട് മറ്റൊരു പുരുഷനെ സ്നേഹിക്കത്തില്ല, അവരുടെ ഭർത്താവിനെ അവർ സ്നേഹിക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുക. മുസ്ലിം സ്ത്രീകൾ നല്ലവരാണ്, അവർ നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, അവർ തെറ്റ് ചെയ്യത്തില്ല ഒരിക്കലും. പിന്നെ അവരെ പ്രേമിച്ചില്ല സ്നേഹിച്ചില്ല എങ്കിൽ നമ്മൾ ഉത്തരവാദികളല്ല, അല്ലെ? എന്തായാലും പിന്നെ നമ്മളിപ്പോ ഇവിടെ നടക്കുന്ന അഴിമതികൾ വേറെന്താണ്? നമ്മുടെ ഇപ്പൊ നടക്കുന്ന അഴിമതികളെ കുറിച്ചുള്ള ഉണർവാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മളെല്ലാവരും ഒരേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ലാതെ നമ്മള് സഹോദരന്മാരെ പോലെ നമുക്ക് ഇവിടെ കഴിയാൻ പറ്റും. എന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ആദമിന്റെ മക്കളാണ്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഹ്യൂമൻ ബീങ് ആണ്. നമ്മളുടെ കൈ എല്ലാവരുടെ കുറിച്ച് രക്തം, ചുമന്ന രക്തമാണ് വരുന്നത്. നമ്മളൊരു തിരിച്ചു വ്യത്യാസമോ വർഗീയതയോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ എന്തുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളെ പോലെ നമുക്ക് ഐക്യപ്പെട്ട് നമ്മൾ ഒരു ഇന്ത്യക്കാരായിട്ട് നമ്മൾ മറ്റുള്ള രാജ്യക്കാർക്ക് ഒരു മാതൃകയായി ജീവിച്ചുകൂടാ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഈ വർഗീയത ഇവിടെ, ഈ മുസ്ലിമും ക്രിസ്ത്യൻസും ഹിന്ദു ഇതൊന്നും വേണ്ട, നമുക്ക് പ്രതിമകളൊന്നും വേണ്ട. നമ്മൾ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൂജകളൊക്കെ ഒന്ന് വിട്. ദൈവം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ പൂജയൊന്നും വേണ്ട. എനിക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം, അല്ലെ ദൈവത്തിന്? നിങ്ങൾ എനിക്കൊന്നും തരണ്ട, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുക. അപ്പൊ നമുക്കുള്ളവർ പാവങ്ങളെ സഹായിച്ച് ക്രിസ്ത്യൻ ഹിന്ദുവിനെയും എല്ലാവരും ഒന്ന് ഐക്യപ്പെട്ട് ഒറ്റ സമൂഹമായിട്ട് ഒറ്റ കയറെ പിടിക്കാം. ദൈവം ഏക ദൈവം മുറുകെ പിടിക്കാം. ഇതാണ് എന്റെ ഒരാഗ്രഹം. ഞാൻ ക്രിസ്ത്യനാണോന്ന് വെച്ചാൽ ക്രിസ്ത്യനാണ്, ഹിന്ദു ആണോന്ന് വെച്ചാൽ ഹിന്ദുവാണ്, മുസ്ലിം ആണോന്ന് വെച്ചാൽ മുസ്ലിമാണ്. ഇവരുടെ എല്ലാവരുടെയും ഹോളി വേദപുസ്തകം ഇല്ലേ, ഈ വേദപുസ്തകത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റിയിലെയും എല്ലാ സമുദായത്തിലെയും നല്ലത് മാത്രം ഉൾക്കൊള്ളാം. അന്ധവിശ്വാസങ്ങൾ തള്ളിക്കളയാം. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ബുദ്ധി ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി, അപ്പം മീനുവിന്റെ അടുത്ത് ഒരാൾ ഒരു മിനിറ്റ് സമയം തന്നിട്ട് ലോകത്തോടൊരു സത്യം വിളിച്ചു പറയുമെന്ന് പറഞ്ഞാൽ മീനു എന്തുമായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്? ദൈവം ഒന്നേ ഉള്ളൂ, ജീവിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തെ നിങ്ങൾ ആത്മാർത്ഥതയോടെ വിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ ഉത്തരമരുളും, നിങ്ങൾക്ക് സാധിച്ചു തരും. അതിലെല്ലാം ഉപരി റമദാൻ എന്ന പുണ്യമാസം നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ദൈവം നമ്മളുടെ ഇടയിലുണ്ട്. ദൈവം ബൈബിളിൽ പറയുന്നു, ദൈവം ഒരു
പ്രകാശത്തിൽ വസിക്കുന്നു എന്ന്. ഖുറാനിൽ പറയുന്നു കണ്ണനാടിയേക്കാൾ നമ്മുടെ അടുത്ത് ജീവിക്കുന്നു എന്ന്. ഹിന്ദു വേദപുസ്തകത്തിൽ പറയുന്നു അങ്കുഷ്ട മാത്രോ എന്നിട്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ദൈവം. നമ്മളുടെ തൊട്ടടുത്തുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തൊട്ടടുത്തുണ്ട്. തീർച്ചയായും വളരെ നന്ദി. ഇതാ സത്യം.